எப்போதும் தேவ சமூகத்தில் சந்தோஷமாக இருக்க வேண்டும். ദൈവസന്നിധിയിൽ നാം എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. சிரித்த മുഖത്തോടെ இருக்க வேண்டும். ചിരിച്ച മുഖത്തോടെ ആയിരിക്കണം. தேவ சமாதானத்தோடு இருக்க வேண்டும். ദൈവിക സമാധാനത്തോടു കൂടി ആയിരിക്കണം. എത്ര പേർ വിശ്വാസികൾ കർത്താവ് നിങ്ങളെ നിറപ്പ പോകുറാർ? കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. என்ன இந்த பழைய பெந்தகோஸ்லாம் போய் ஆதி அன்பே இல்லை, பாதி அன்பும் இல்லை, ஒரு அன்பும் இல்லை. പഴയ ബന്ധുക്കോസിന്റെ അനുഭവമൊക്കെ പോയി. ആദ്യ സ്നേഹവുമില്ല, അവസാന സ്നേഹവുമില്ല, പകുതി സ്നേഹവുമില്ല. എല്ലാം ബേബി ഹല്ലേലൂയ. എല്ലാവരും കുഞ്ഞു ഹല്ലേലൂയാണ് പറയുന്നത്. ലോലിപോപ്പ് ഹല്ലേലൂയ. நல்ல வசனத்துல முதிர்ந்தவர்கள் அல்லேலூயா சொல்லுற வேளையில இந்த பாத்திரம் தொட்டா அசையும். വചനത്തിൽ മുതിർന്ന ആളുകൾ, ആത്മീക പക്വത പ്രാപിച്ച നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ പത്തനംതിട്ട കുലുങ്ങുവാൻ ഇടയായി തീരണം. എത്ര പേർ വിശ്വസിக்கிறீங்க? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? அந்த அதிகாரம் கர்த்தர் நம்மிடத்துல தான் கொடுத்திருக்கார். ആ അധികാരം കർത്താവ് നമ്മുടെ പക്കൽ മാത്രമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. ആമേൻ. ஒரு இங்கிலீஷ் கோரஸ் கூட அப்பச்சன் கொஞ்சம் இங்கிலீஷ்ல இடைக்கு பேசணும்னு சொல்லியிருக்காரு. அதனால ஒரு இங்கிலீஷ் கோரஸும் பாடிக்கிறேன். ഒരു ഇംഗ്ലീഷ് കോറസ് കൂടി പാടുകയാണ്. ഇടയ്ക്ക് ഇംഗ്ലീഷിലും സംസാരിക്കണമെന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. മലയാളം അറിയാത്തവരും ഇവിടെ ഉണ്ടല്ലോ. ആമേൻ. ആമേൻ. Oh, how I love Jesus. Oh, how I love Jesus. Oh, how I love Jesus. Because He first loved me. சேர்ந்து படிப்போம். Oh, how I love Jesus. Oh, how I love Jesus. Oh, how I love Jesus. Because He first loved me. Brothers മാത്രം പഠിക്കാൻ പോകുന്നു. സഹോദരന്മാർ മാത്രം ഇനി പാടുവാൻ പോകുകയാണ്. പാട്ട് പഠിക്കുന്നവരില് ഇങ്ങുള്ള എല്ലാം അസൈനും. നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ഒരു മാറ്റം ഉണ്ടാകണം, ഒരു കുലുക്കം ഉണ്ടാകണം. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ അത് വിശ്വസിക്കുന്നു? ബ്രദേഴ്സ് മാത്രം, സഹോദരന്മാർ മാത്രം ചേർന്ന് പാടുക. Oh, how I love Jesus. Oh, how I love Jesus. Oh, how I love Jesus. Because He first loved me. Oh, how I love Jesus. Oh, how I love Jesus. Oh, how I love Jesus. Because He first loved me. Hallelujah. ഹല്ലേലൂയ. நான் சொன்னேன் ஆராதனையில சிரிச்ச முகத்தோட இருக்கணும். ഞാൻ പറഞ്ഞു ആരാധിക്കുമ്പോൾ ആരാധനയിൽ നിങ്ങൾ ചിരിച്ച മുഖത്തോടു കൂടി ആയിരിക്കണം. உங்களை பார்த்தா எனக்கு பயமா இருக்கு. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നു. ஒரு சந்தோஷம் இல்ல. ഒരു സന്തോഷവുമില്ല. வசனம் கேட்டால் மறுரூபமாக வேண்டும். വചനം കേൾക്കുമ്പോൾ നമുക്ക് രൂപാന്തരം ഉണ്ടാകണം. சிறு பிள்ளை போல துள்ளி குதிக்க வேண்டும். சிறு பிள்ளை போல ചെറിയ കുഞ്ഞിനെ പോലെ നിങ്ങൾ തുള്ളി കുതിക്കണം. மசில் பிடிச்சிருக்க கூடாது. മസിൽ പിടിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. இல்ல அப்படி நிக்கிறது போல இருக்குது. Just relax. എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുക. Everything possible. എല്ലാം സാധ്യമാണ്. All things are possible. എല്ലാം സാധ്യമാണ്. എല്ലാവരും ചൊല്ലുക. All things are possible. എല്ലാവരും പറഞ്ഞാട്ടെ എല്ലാം സാധ്യമാണ്. ചിരിച്ച മുഖത്തോടെ. ചിരിച്ച മുഖത്തോടെ പറയുക. എല്ലാം സകലവും സാധ്യമാണ്. സീരിയസ് അല്ല. സീരിയസ് ആയിട്ടല്ല, ചിരിച്ച മുഖത്തോടെ. Everything is possible. സകലവും സാധ്യമാണ്. All things are possible. എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. If you believe it. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹിമ കാണും. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. റോമർ 15-ാം അധികാരം 13-ാം വചനം. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. റോമർ 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. இந்த மாலை வேளையில தேவன் எதை கொண்டு எவைகளை கொண்டு நிரப்ப போகிறார் என்று நாம் பார்க்க போகிறோம். ഇന്ന് സന്ധ്യാസമയത്ത് എന്തൊക്കെ കൊണ്ടാണ് ദൈവം നമ്മെ നിറയ്ക്കുവാൻ പോകുന്നത് എന്ന് ചിന്തിക്കുവാൻ പോകുന്നു. വചനത്തിന്റെ പകുതി சொல்லப்பட்டிருக்கிறது സന്തോഷത്തിനാലും സമാധാനത്തിനാലും ഉങ്ങളെ നിറപ്പുവാർ. ഈ വചനത്തിൽ നാം വായിച്ചതുപോലെ സന്തോഷത്താലും സമാധാനത്താലും ദൈവം നിങ്ങളെ നിറയ്ക്കും.
இந்த 2வது நாளில் முதலாவது கர்த்தருடைய வாழ்க்கையில സന്തോഷത്തിനാലും സമാധാനത്തിനാലും നിറപ്പാൻ പോകുക. ദൈവത്തിന്റെ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സന്തോഷവും സമാധാനവും നൽകി നിറയ്ക്കുവാൻ പോകുന്നു. ഇഴന്നു പോണ സമാധാനത്തെ ആണ്ടവർ തിരുമ്പ കൊടുക്കും. നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ കർത്താവ് ഇന്ന് നിനക്ക് മടക്കി തരുവാൻ പോകുകയാണ്. ഇടിക്കപ്പെട്ട ഉന്നെ ദേവൻ കട്ടുമ്പടിയായി വിരുമ്പുகிறார். ഇടിഞ്ഞു കിടക്കുന്ന നിന്നെ കർത്താവ് ഇന്ന് പണിയുവാൻ പോകുകയാണ്. ഇനി ഉന്നെ ആണ്ടവർ ഇടിക്ക പോകുന്നത് ഇനി കട്ട പോകുகிறார். കർത്താവ് ഇനി നിന്നെ ഇടിക്കുവാനല്ല മറിച്ച് പണിയുവാൻ പോകുകയാണ്. നിറപ്പുകിற ദേവൻ, നിറയ്ക്കുന്ന ദൈവം. എല്ലാം വായി തുറന്ന് சொல்லுங்க. എല്ലാവരും വായി തുറന്ന് പറയുക, നിറയ്ക്കുന്ന ദൈവം. എപ്പോഴും സാഹിബുകാർ പാസ്റ്റർമാർ പറയും, നിങ്ങളുടെ ആൾക്കാർ എപ്പോഴും സീരിയസ്, സർവീസിലെയും സീരിയസ്, കല്യാണ വീട്ടിലെയും സീരിയസ്, ഫ്യൂണറൽ വീട്ടിലെയും സീരിയസ്. അത് എങ്ങനെയാണോ? സായിപ്പുമാരായ പാസ്റ്റർമാർ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ ആൾക്കാർ മലയാളികൾ എപ്പോഴും സീരിയസ് ആണ്. കല്യാണ വീട്ടിൽ പോയാലും മരണ വീട്ടിൽ പോയാലും എവിടെ പോയാലും സീരിയസ് ആണ്. അതെങ്ങനെയാണ് അങ്ങനെ? அந்த நாள்ல தப்பா சொல்லி கொடுத்துட்டாங்க, சிரிச்சா பாவம் சொல்லி கொடுத்துட்டாங்க. ചിരിച്ചാൽ പാപമാണെന്ന് പണ്ട് കാലത്ത് തെറ്റായിട്ട് ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പട്ടിയോ മങ്കിയോ ചിരിക്കാതെ, നായയും കുരങ്ങും ഒന്നും ചിരിക്കയില്ല. മനുഷ്യർക്ക് മാത്രം മനുഷ്യർക്ക് മാത്രമാണ് ചിരിക്കുവാനുള്ള കൃപ ദൈവം തന്നിരിക്കുന്നത്. തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വായ് വിട്ട് ചിരിത്താൽ നോയ് വിട്ടു പോകും. വായ് വിട്ട് ചിരിച്ചാൽ രോഗങ്ങളെല്ലാം മാറിപ്പോകും. എല്ലാ രോഗവും മാറിപ്പോകും. എല്ലാ രോഗവും മാറിപ്പോകും. ഞാൻ തിരുம்ப சொல்ற മസിൽ പിടിച്ചിരിക്കാൻ കൂടാതെ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരും മസിൽ പിടിച്ചിരിക്കേണ്ട. ജസ്റ്റ് റിലാക്സ്, റിലാക്സ് ചെയ്തിരിക്കുക. എന്നാ ആണ്ടവർ ഇരിക്കാർ, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആണ്ടവർ നിറപ്പുകിற ദേവനായി ഇരിക്കാർ. ദൈവം നിറയ്ക്കുന്ന ദൈവമായി നമ്മോട് കൂടെയുണ്ട്. കാനാവൂർ കല്യാണത്തിലെ യേശു അழைக்கப்பட்டிருந்தார். കാനാവിലെ കല്യാണ വീട്ടിലേക്ക് യേശുവിനെയും ക്ഷണിച്ചിരുന്നു. அந்த இடத்துல திராட்சரசம் குறைவுபட்டது. അവിടെ വീഞ്ഞ് കുറവായി. അപ്പൊ എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ട് എന്നെ ചെയ്ത് എന്ന് சொல்லி എല്ലാവർക്കും ആശങ്കയായി, കൺഫ്യൂഷനായി, എന്ത് ചെയ്യണം എന്നുള്ള ഭാരം. ഇത് എക്സാമ്പിൾ சொன்னா மாச கடைசி ஆயிட்டா என்ன பண்றது, ஆட்டை தூக்கி மாட போடவா மாட்டை தூக்கி ஆட்டில போடவான்னு சொல்லி കൺഫ്യൂഷനാ இருக்கும். ഉദാഹരണം പറഞ്ഞാൽ മാസാവസാനമാകുമ്പോൾ ശമ്പളം ലഭിക്കുന്നവർക്കറിയാം, മാസാവസാനമാകുമ്പോൾ രണ്ടിടവും കൂട്ടുമുട്ടിക്കുവാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. അതുപോലെ കല്യാണത്തിലെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ ആ കല്യാണ വീട്ടിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ஆனா அவங்களுக்கு தெரியல இயேசு இருக்கிற இடத்துல கன்ஃபியூஷன் കിടമില്ല. പക്ഷേ അവർക്ക് ഒരു കാര്യം അറിഞ്ഞില്ല, യേശു ഇരിക്കുന്ന ഇടത്ത്, യേശു ഉള്ള ഇടത്ത് സംശയങ്ങൾക്ക് സ്ഥാനമില്ല. We are not under pressure, we are under grace. നാം സമ്മർദ്ദത്തിന് അടിമപ്പെട്ടവരല്ല, നാം കൃപയുടെ കീഴിലുള്ളവരാണ്. അടിക്കടി എന്റെ പ്രസംഗത്തിൽ சொல்கிற ഒരു കാര്യം, we are not under pressure. ഞാൻ എന്റെ പ്രസംഗങ്ങളിലൊക്കെ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരും സമ്മർദ്ദത്തിന് കീഴിലുള്ളവരല്ല, we are under grace. നമ്മൾ കൃപയുടെ കീഴിലുള്ളവരാണ്. എല്ലാവരും വായി തുറന്ന് പറയണം. എല്ലാവരും വായി തുറന്ന് എന്നോട് ചേർന്ന് പറയണം, I am not under pressure. ഞാൻ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടവനല്ല, I am under grace. ഞാൻ കൃപയുടെ കീഴിലാണ്. ആമേൻ. ആമേൻ. പ്രഷർ ഇരിക്കും ലൈഫിൽ, പ്രഷർ ഇല്ലാതെ ഒരു മനുഷ്യനുമില്ല. ലൈഫിൽ പ്രഷറുകൾ ഉണ്ടാകും, സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, സമ്മർദ്ദങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഒരു ദേശത്തിലെ ഒരു அரசாங்கത്തിലെ ഒരു ഫംഗ്ഷനുക്കാக എന്നെ അழைത്തിരുന്നാറുള്ളൂ. ദേശത്തില് ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു മീറ്റിംഗിൽ എന്നെ വിളിച്ചു. പ്രസിഡന്റും പിന്നെ മറ്റ് പ്രൈം മിനിസ്റ്ററും എല്ലാവരും ഇരിക്കാറ്. പ്രസിഡന്റ്, ആ സ്ഥലത്തെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ അവിടെ ഉണ്ട്. அந்த സ്റ്റാർട്ടിംഗ് ഫംഗ്ഷനിൽ വിളക്ക് ഏത്തവേണം. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് വിളക്ക് കത്തിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മ അത് ചെയ്യ മുടിയാതെ, നമുക്കത് ചെയ്യുവാൻ സാധ്യമല്ല. ഇപ്പോൾ അനൗൺസ് പണിട്ടാങ്ക, ഫാദർ പ്രഭു ഓൾ ദ വേ ഫ്രം അയർലൻഡ് ഈസ് ഗോയിങ് ടു ലൈറ്റ് அந்த விளக்குன்னு പറഞ്ഞു. വളരെ ദൂരെ അയർലൻഡിൽ നിന്ന് വന്ന ഫാദർ പ്രഭു ഇപ്പോൾ വന്ന് വിളക്ക് കൊളുത്തുമെന്ന് അവർ അനൗൺസ് ചെയ്തും കഴിഞ്ഞു. എനിക്കും കൺഫ്യൂഷൻ ആയി, എനിക്കും സംശയമായി. ആണ്ടവർ ജ്ഞാനത്തെ കൊടുത്താ. പെട്ടെന്ന് കർത്താവ് എനിക്കൊരു ബുദ്ധി നൽകി. ഇന്ത്യൻ അംബാസഡറുടെ വൈഫ് ഇരുந்துச்சு. ഇന്ത്യൻ അംബാസഡറുടെ വൈഫ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മാഡം can you come forward? ഞാൻ ആ മേഡത്തിനെ ക്ഷണിച്ചു, മേഡം ദയവായി മുന്നോട്ട് വരാമോ? ബിഹാഫ് ഓഫ് മീ, എനിക്ക് ബദലാ നീങ്ക അത് കൊളുത്തലാമെന്ന് சொன்னேன். എനിക്ക് പകരമായി നിങ്ങൾ ആ വിളക്ക് കൊളുത്താമോ എന്ന് ചോദിച്ചു. ഫംഗ്ഷൻ കഴിഞ്ഞു. പുള്ളിക്കാർത്തി ഇങ്ങനെ പറഞ്ഞു, ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഏത് ഫംഗ്ഷനിലും എനിക്ക് ബഹുമാനം കിട്ടിയില്ല, ഈ മനുഷ്യൻ വന്ന് എനിക്ക് ബഹുമാനം കൊടുത്ത് ഒരു വീക്ക് എന്നുടെ വീട്ടില് താമസിക്കണം കേട്ടോന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ഫംഗ്ഷനുകൾക്ക് പോയി, എന്നെ ആരും ഇതുപോലെ ബഹുമാനിച്ചിട്ടില്ല, ഈ മനുഷ്യൻ എനിക്ക് ഇത്രമാത്രം ബഹുമാനം തന്നു, അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ അവർ പറഞ്ഞു, ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ വിരുന്നുകാരനായി താമസിക്കണം. 1 വീക്ക് അംബാസഡർ കാറിൽ പറയാം, മുന്നാടി പോലീസ് പോകുന്നത്, പിന്നാടി പോലീസ് പോകുന്നത്. ഞാൻ ഹെവൻലി അംബാസഡർ അപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ലോകത്തിലെ ഒരു രാജ്യത്തിന്റെ അംബാസഡറാണ്, അംബാസഡറുടെ കാറിലാണ് ഒരാഴ്ച എന്റെ യാത്ര. മുൻപിലും പുറകിലുമൊക്കെ പോലീസിന്റെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിലെ അംബാസഡർ അല്ല, ഞാൻ സ്വർഗീയ അംബാസഡറാണ്. നാം സ്വർഗീയ അംബാസഡർമാരാണ്, നാം സ്വർഗത്തിന്റെ സ്ഥാനാപതികളാണ്. നിങ്ങൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? സാധാരണ മനുഷ്യ, നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, സാധാരണ സ്ത്രീയല്ല, നിങ്ങൾ സ്വർഗീയത്തിന്റെ അംബാസഡർമാരാണ്, സ്ഥാനാപതികളാണ്.
அந்த அம்பாசிடர் வேற கண்ட்ரிக்கு போய் ആ സ്ഥാനാപതി അംബാസഡർ ആ രാജ്യത്ത് നിന്ന് മാറി മറ്റൊരു രാജ്യത്തേക്ക് പോയി. அமைச்சு அடிக்கடி விളിக்கும், எப்போ வரும், எப்போ விசா கிடைக்கணுமா, என்ன கிடைக்கணும். ஒரு மாதம் ഇവിടെ തങ്ങിയിട്ട് പോവാച്ചാ. ഒരു മാസം വളരെ സന്തോഷം. എന്നെ ബഹുമാനിച്ച് എല്ലാവരും മത്തിയിലെയും പ്രൈം മിനിസ്റ്റർ മത്തിയിലെ പ്രസിഡന്റ് മത്തിയിലെ ബഹുമാനം കിട്ടി. ഈ അപ്പച്ചൻ നല്ല അപ്പച്ചനല്ലോ. അമ്മച്ചി എപ്പോഴും എന്നെ വിളിക്കും, വിളിച്ച് പറയുന്നത് എപ്പോഴാണ് വരുന്നത്, വിസ എല്ലാം റെഡിയാക്കാൻ വരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, വരണം, ഒരു മാസം ഇവിടെ താമസിക്കണം. അപ്പച്ചൻ എന്നെ ഒത്തിരി ബഹുമാനിച്ചു, പ്രസിഡന്റിന്റെ മുൻപിൽ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിലൊക്കെ എന്നെ ബഹുമാനിച്ചു, നല്ല അപ്പച്ചനാണെന്ന് പറയും. കർത്താവ് നമുക്ക് ജ്ഞാനത്തെ കൊടുത്തിരിക്കുന്നു. കർത്താവ് നമുക്ക് ജ്ഞാനം തന്നിരിക്കുന്നു. ജ്ഞാനത്തെ ഉപയോഗിക്കുന്ന വേളയില് ഈ ജ്ഞാനം ഉപയോഗിക്കുന്ന സമയത്ത് കർത്തർ വഴികളെ തരും. കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. വഴി തുറപ്പാർ. കർത്താവ് വഴികളെ തുറക്കും. അത് എவ்வளவு பெரிய ஆளானாலும் பிரச்சனை இல்லை. അത് എത്ര വലിയ ആളായിരുന്നാലും ശരി. நார்வேக்கு ஊழியத்துக்கு போய் விட்டு நான் அந்த என்னுடைய ஹேண்ட் லக்கேஜ் ஸ்கேனிங்காக நின்று கொண்டிருந்தேன். നോർവേയിൽ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ കടന്നുപോയി അവിടെ എന്റെ ഹാൻഡ് ലഗേജ് സ്കാനിങ്ങിന് വേണ്ടി വിട്ടിട്ട് കാത്തിരിക്കുകയാണ്. ഹാൻഡ് ലഗേജിൽ മേലെ இந்த ബൈബിൾ വെച്ചിരുന്നു. എന്റെ ലഗേജിന്റെ ഏറ്റവും മുകളിൽ ബൈബിൾ ഉണ്ടായിരുന്നു. എന്റെ പെട്ടിയെ സ്കാൻ பண்ணும்போது அந்த ஸ்கேனிங் മെഷീൻ റിപ്പയർ ആയിട്ട്. എന്റെ പെട്ടി സ്കാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ മെഷീൻ റിപ്പയർ ആയി കേടായി പോയി. അങ്ങിருந்து പാസഞ്ചർ പ്രഭു വാസു വി ആർ വെയിറ്റിംഗ്, പാസഞ്ചർ പ്രഭു വാസു വി ആർ വെയിറ്റിംഗ് സത്തം കേട്ടിട്ടേ. അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു, പാസഞ്ചർ പ്രഭു വാസു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, കടന്നു വരിക എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടു. എനിക്ക് ഭയമല്ല, എനിക്ക് ഭയമുണ്ടായില്ല. ആണ്ടർ ഏതോ ഒരു കാര്യത്തെ ചെയ്യപ്പോ എനിക്കറിയാം കർത്താവ് എന്തോ ഒന്ന് ചെയ്യുവാൻ പോകുകയാണ്. പുള്ളിക്കാരൻ ബാഗ് തുറന്നു. ആ സെക്യൂരിറ്റിക്ക് നിന്ന ആ പുള്ളിക്കാരൻ ബാഗ് തുറന്നു, ബൈബിളെ കണ്ടു. എന്റെ ബൈബിൾ അദ്ദേഹം കണ്ടു. നിങ്ങൾ മിഷണറി ആണോ, നിങ്ങൾ മിഷണറി ആണോ എന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യണം, ഡോണ്ട് സെൻഡ് എനി ഇമെയിൽ ടു ഗവൺമെന്റ്. ഗവൺമെന്റിൽ ഒരു എഴുതപ്പെടാത്ത റൂൾ ഉണ്ട്, പാസ്റ്റർമാരെ സ്റ്റേ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ദയവായി ഗവൺമെന്റിന് മെയിലൊന്നും അയക്കരുത്, കാരണം പാസ്റ്റർമാരെ കാത്തു നിർത്തരുതെന്ന് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഒരു നിയമമുണ്ട്. അങ്ങനെ കാത്തു നിർത്തിയതിന് ക്ഷമാപണം നടത്തിയിട്ട് അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തു. എന്ത് ദേശം ദേവന്റെ മനുഷ്യരെ കണപ്പെടുത്തുകയാണോ കർത്താവ് ദേശത്തെ ആശീർവദിക്കുക. ദൈവ മനുഷ്യന്മാരെ ഏതൊക്കെ ദേശം ഏതൊക്കെ രാജ്യം ബഹുമാനിക്കുന്നുണ്ടോ ആ രാജ്യങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കും. ഇലങ്കை ഒരു ചിന്ന നാടുതാണ്. ശ്രീലങ്ക ഒരു ചെറിയ രാഷ്ട്രമാണ്. ആனா എയർപോർട്ടിലെ ക്ലച്ച് സാമിയാർക്കും ഒരു തനി ഇടം ഇருக்கு ഉட்கார்றதுக்கு. പക്ഷേ അവിടെ എയർപോർട്ടിൽ സാമിമാർക്കൊക്കെ ഇരിക്കുവാൻ പ്രത്യേക സ്ഥലമുണ്ട്, ബസ്സിലെയും ഉണ്ട്. அப்ப திரும்ப சொல்றாங்க பாசഞ്ചர் we are waiting பிரபு வாசுன்னு என் பேரை ஏலம் விட்டுட்டு இருக்காங்க. വീണ്ടും വീണ്ടും അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പാസഞ്ചർ പ്രഭു വാസു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് தெரியும் കർത്തർ എൻ പേരെ ഉയർത്താ പോகிறாரு. എനിക്ക് മനസ്സിലായി കർത്താവ് എന്റെ പേര് ഉയർത്തുവാൻ പോകുകയാണ്. ഇമിഗ്രേഷൻ ഓഫീസർ എൻ പെട്ടിയെ തൂക്കിക്കൊണ്ടാർ. ഇമിഗ്രേഷൻ ഓഫീസർ എന്റെ പിന്നാലെ ആ പെട്ടി എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരുന്നു. കിങ് മാറി പോരാൻ അവർ സർവന്റ് മാറി തൂക്കി. ഞാൻ രാജാവിനെ പോലെ മുന്നിൽ നടക്കുന്നു, അദ്ദേഹം ഒരു ചെറിയ വേലക്കാരനെ പോലെ ഈ പെട്ടിയും എടുത്ത് എന്റെ പിന്നാലെ നടക്കുന്നു. പെട്ടിയെ വെച്ചിട്ട് പെട്ടി മേലെ വെച്ചിട്ട് പെട്ടി അദ്ദേഹം മുകളിൽ വെച്ചിട്ട് സല്യൂട്ട് അടിച്ചിട്ട് എനിക്കൊരു സല്യൂട്ടും തന്നിട്ട് പോയി. പുള്ളിക്കാരൻ പോയി. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. എല്ലാ ഫ്ലൈറ്റിലെ വ്യവസ്ഥാച്ചിന VIP. 5 മിനിറ്റ്സ്ക്ക് മുന്നാടി തന്നെ വന്ന് ഉட்காരണം ഫ്ലൈറ്റില്. ഞാൻ ഫ്ലൈറ്റ് എടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമാണ് വന്നത്. അവരെല്ലാവരും വിചാരിച്ചു ഞാൻ വലിയൊരു VIP ആണെന്ന്. എയർ ഹോസ്റ്റസ് Are you okay? എയർ ഹോസ്റ്റസ് പെട്ടെന്ന് വന്ന്, Are you okay? നിങ്ങൾ സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് സൂപ്പോ ജ്യൂസോ എന്തെങ്കിലും വേണമോ എന്ന് വളരെ ആതിഥ്യ മര്യാദയോടുകൂടി ഫ്ലൈറ്റിലുള്ളവരെല്ലാം എന്നെ മാത്രം ശ്രദ്ധിക്കുന്നു. കർത്തർ ഒരു മനുഷ്യനെ ഉയർത്താൻ ആരംഭിച്ചാൽ ഒരുവരും തടുക്ക முடியாது. കർത്താവ് ഒരു മനുഷ്യനെ ഉയർത്തുവാൻ ആരംഭിച്ചാൽ ലോകത്തിലെ ഒരു മനുഷ്യനും അത് തടയുവാൻ കഴിയുകയില്ല. வாழ்க்கையில சில காரியங்கள் தாமதித்தால் ஆண்டவர் நன்மைக்கே அதை செய்கிறார். നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ താമസിക്കുന്നുവോ ഭാരപ്പെടേണ്ട, കർത്താവ് നന്മയ്ക്ക് വേണ്ടി ചെയ്യുകയാണ്. എൻ പേരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കறாங்க, எனக்கு ഒന്നും ഭയമില്ല, ஏனண்டா நான் ஒரு தப்பும் செய்யல. എന്റെ പേര് അവർ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഭയമില്ല, കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കർത്താവ് നമ്മെ ഉയർത്ത കൂടുമാനാൽ നിശ്ചയമായി ഉയർത്തുവാർ. കർത്താവ് നിങ്ങളെ ഉയർത്തുമെങ്കിൽ നിശ്ചയമായും അവൻ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു കല്യാണത്തിൽ യേശു അழைக்கப்பட்டிருந்தார். കാനാവിലെ കല്യാണ വീട്ടിൽ കല്യാണ വിരുന്നിൽ യേശുവിനെയും ക്ഷണിച്ചിരുന്നു. அந்த இடத்துல நிரப்பப்படாத अनेक കാര്യങ്ങൾ இருந்தது. അവിടെ നിറവില്ലാത്ത അനുഭവങ്ങൾ, പല സാഹചര്യങ്ങൾ, പല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നിരപ്പപ്പെടല്ല. പല കാര്യങ്ങളിൽ ഒഴിഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. അതിനാൽ അങ്ങ് സന്തോഷവും സമാധാനം കല്യാണ വീട്ടിലില്ല. അതുകൊണ്ട് ആ കല്യാണ വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല. കല്യാണ വീട്ടിൽ யாராவது ചിരിക്ക சொல்லி தரணுமா உங்களுக்கு? കല്യാണ വീട്ടിൽ പോയാൽ ആരെങ്കിലും നിങ്ങളോട് ചിരിക്കണമെന്ന് പറഞ്ഞു തരുമോ? പറയുക, നിങ്ങൾ മറുപടി പറയണം. കല്യാണ വീട്ടിൽ ആരെങ്കിലും നിങ്ങളോട് ചിരിക്കുക എന്ന് ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാരും 42 പല്ലും കാട്ടും, 32 42 കാട്ടുவோம். 32 അല്ല 42 പല്ലും കാണിച്ച് എല്ലാവരും സന്തോഷം. അപ്പൊ യേശപ്പച്ചൻ ഇവിടെ ഇരിക്കുന്നതിനാല இந்த ஆவிக்குரிய விருந்துல நீங்கள் சந்தோஷப்பட வேண்டும். അപ്രകാരം തന്നെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ആത്മീക വിരുന്നിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
நான் திரும்ப சொல்றேன், சீரியஸா இருக்காதீங்க. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സീരിയസ് ആയിരിക്കരുത്. சிரித்த முகத்தோடு. ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. இயேசு அப்படி ஒரு முகத்தோடு தான் உலாவி கொண்டிருக்கிறார். യേശു അപ്രകാരം ചിരിച്ച മുഖത്തോടെ നമ്മുടെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുക. பிரஷர் இருக்கலாம், பிரஷர் இல்லாத ஆட்கள் ஒருத்தரும் இல்ல. പ്രഷർ ഇല്ലാത്ത ആളുകൾ ആരുമില്ല. ஒரு முறை ஒரு பிரதம மந்திரியுடைய மனைவி என்கிட்ட சொன்னாங்க, அந்த ஆள் சீக்கிரம் செத்து போகணும்னு ஜெபம் பண்ணுங்கன்னு சொன்னாங்க. ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നു, ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ആ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. அப்ப அந்த அமைச்சிக்கு எத்தனை பிரஷர் இல்ல. ആ അമ്മച്ചിക്ക് എത്ര സമ്മർദ്ദമാണ്, എത്ര പ്രഷറാണ്. 10 കാർ ഉണ്ട്, വേലക്കാരുണ്ട്, എല്ലാം ഉണ്ട്, ആனா പ്രഷർ. 10 കാറ്, വേലക്കാര്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ സമ്മർദ്ദത്തിലാണ്. നമ്മുടെ നിലവരം அப்படி இல்ல. നമ്മുടെ നിലവരം നമ്മുടെ നിലവാരം അങ്ങനെയല്ല. என்றால் ஆண்டவர் நம்மோடு கூட இருக்கிறார். കാരണം നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. அப்ப இயேசு நிரப்பும்படியாக அந்த காரியத்தை ஒரு அற்புதம் செய்யும்படியாய் அந்த இடத்துல பாத்திரங்களை வெறுமையாக்கினார். യേശു അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടി, നിറവ് അവർ കാണുന്നതിന് വേണ്ടി, നിറയ്ക്കുവാൻ വേണ്ടി അവിടെ പാത്രങ്ങളെ ഒഴിച്ചു വെച്ചു. அந்த இடத்துல அவ்வளவு சந்தோஷம் வெறுமையாயிற்று. അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. அவருடைய சமாதானம் வெறுமையாயிற்று. അവരുടെ സന്തോഷം, സമാധാനം നഷ്ടപ്പെട്ടു. என்ன செய்வதென்று தெரியவில்லை. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. மேரி கிட்ட போய் கேக்குறாங்க. മറിയയുടെ അടുക്കൽ അവർ പോയി ചോദിച്ചു, என்ன செய்யலாம் என்று. എന്ത് ചെയ്യണം? அவள் சொன்ன ஒரே வார்த்தை, അവൾ പറഞ്ഞ ഒരേ വാക്ക്, அவர் என்ன சொல்லுகிறாரோ അവൻ എന്ത് ചെയ്യുവാൻ പറയുന്നുവോ அதன்படி செய்யுங்க. നിങ്ങൾ അപ്രകാരം ചെയ്യുക. ஆண்டவர் சொல்லுகிற வார்த்தைக்கு நீங்க கீழ்ப்படுகிற வேளையில, കർത്താവ് പറയുന്ന വാക്കിന് നിങ്ങൾ കീഴ്പ്പെടുമ്പോൾ கர்த்தர் நிச்சயமாய் அதை பொறுப்பெடுப்பார். കർത്താവ് നിശ്ചയമായും അതിന്റെ ഭാരം, ഉത്തരവാദിത്വം ഏറ്റെടുക്കും. வாழ்க்கையில தேவ சித்தத்துக்கு പരിപൂർണമായി ഒപ്പുകൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. இங்கிலாந்து லண்டன்ல பக்கிங்ஹாம் பேலஸ் இருக்கிறது. ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ ബക്കിംഗ്ഹാം പാലസ് കൊട്ടാരമുണ്ട്. ராணியோ ராஜாவோ இருந்தால் அந்த கொடி மேல பறக்கும். രാജാവോ റാണിയോ അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ കൊടി ഉയർന്ന് പറന്നുകൊണ്ടിരിക്കും. அவங்க அவுட் ஆஃப் ஸ்டேஷன் என்றால் கொடி இறக்கிடுவாங்க. അവർ കൊട്ടാരത്തിന് വെളിയിൽ പോയാൽ, ഔട്ട് ഓഫ് സ്റ്റേഷൻ, രാജ്യത്തിന് പുറത്തു പോയാൽ ആ കൊടി താഴ്ത്തി കെട്ടും. அப்ப நான் அதை பார்க்கிற வேளையில எனக்கு ஒரு ரெவலேஷன் உண்டாയി. അത് കണ്ടപ്പോൾ എനിക്കൊരു വെളിപ്പാടുണ്ടായി. நம்முடைய இருதய பேலஸ்ல, നമ്മുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ இயேசு எப்போதும் ஜீவிக்கிறார். യേശു എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. நமக்கு எப்போதும் ஜெயக்கொடி. നമുക്ക് എപ്പോഴും ജയക്കൊടി, எப்போதும் ஜெயக்கொடி. എപ്പോഴും ജയക്കൊടി. ஜெயம் தருகிற தேவனுக்கு ஸ்தோத்திரம். ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ஜெயம் தருகிற தெய்வத்துக்கு ஸ்தோத்திரம். ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. இதை காணும்படியாய் உலகத்திலிருந்து பல பகுதியிலிருந்து வருவார்கள். കാണുവാൻ വേണ്ടി അനേകർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടി വരും. அந்த சோல்ஜர்ஸ் இடம் மாறுது மிகுந்த அழகாக இருக்கும். ആ കൊട്ടാരത്തിലെ സോൾജിയേഴ്സ് അവരുടെ ഡ്യൂട്ടി മാറി സ്ഥലം മാറുന്നത് വളരെ കാണേണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ്. அதை காணும்படியாக எத்தனையோ ஜனங்கள் வருவார்கள். അത് കാണുവാൻ വേണ്ടി ടൂറിസ്റ്റുകൾ അനേകർ അവിടെ ഒത്തുകൂടാറുണ്ട്. ஆனால் அதை காட்டிலும் இருதய பேலஸில் இருக்கிற ஆண்டவர் ஜீவிக்கிற வேளையில அது பெரிய சந்தோஷம். പക്ഷേ അതിനേക്കാളും നമ്മുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ നമ്മുടെ കർത്താവ് വാസം ചെയ്യുന്നത് എത്ര എത്ര മനോഹരമായ കാര്യമാണ്. ஆமென். ആമേൻ. அல்லேலூயா പറയ வேண்டாம். ഹല്ലേലൂയ പറയണ്ടേ? ஒரு பக்கிங்ஹாம் பேலஸ்க்கே இவ்வளவு பவர்னு சொன்னா ஆண்டவருக்கு எவ்வளவு பெரிய பவர். ഒരു ബക്കിംഗ്ഹാം പാലസിന് ഇത്ര ശക്തിയെങ്കിൽ നമ്മുടെ കർത്താവിന് എത്ര മഹത്വം, എത്ര ശക്തി നാം കൊടുക്കണം. ஆமென். ആമേൻ. உலகத்துக்கு எல்லாம் கிங் ஆஃப் கிங், King of kings and Lord of lords, glory, hallelujah. King of kings and Lord of lords, glory, hallelujah. Jesus, Prince of peace, glory, hallelujah. Jesus, Prince of peace, glory, hallelujah. King of kings and Lord of lords, glory, hallelujah. King of kings and Lord of lords, glory, hallelujah. രാജാധിരാജാവ്, ലോർഡ് ഓഫ് ലോർഡ്, കർത്താധി കർത്താവ് சொல்லும்போது எவ்வளவு സന്തോഷം. അത് പറയുമ്പോൾ തന്നെ എത്ര സന്തോഷമാണ്. നമ്മുടെ റിലേഷൻ എംപിയോ എംഎൽഎ വന്നാൽ നാം പറയും, ഓ ഈ മനുഷ്യൻ നമുക്ക് ഇത്ര ഒട്ടി സ്വന്തമാ இருக்கும். ഈ മനുഷ്യൻ എൻ്റെ ചിത്തപ്പനോട്, ഒപ്പപ്പനോട്, പാട്ടിയോട്, മരുമകളോട്, തമ്പിയോട്, തങ്കച്ചി എംഎൽഎ. ഒരു എംപിയോ എംഎൽഎയോ നിങ്ങളുടെ അകന്ത ബന്ധത്തിലുണ്ടെങ്കിൽ നമ്മൾ പറയും, ആ മനുഷ്യൻ എൻ്റെ അടുത്ത ബന്ധത്തിലുള്ളയാണ്. എൻ്റെ അമ്മയുടെ, ചിറ്റപ്പൻ്റെ, അച്ഛൻ്റെ എത്ര അകന്ത ബന്ധമാണെങ്കിലും നമ്മൾ പറയും അടുത്ത ബന്ധത്തിലുള്ളയാളാണ്. പറയുമ്പോൾ എന്നാ സന്തോഷം, പറയുമ്പോൾ എത്ര സന്തോഷമാണ്. എന്നാൽ അതെ കാട്ടിലും, പക്ഷേ അതിനേക്കാളും ആണ്ടവർ നമ്മുടെ സ്വന്തക്കാരായ കർത്താവ് യേശു എന്റെ സ്വന്തമാണ്. നിങ്ങൾ യാരും അനാഥയില്ല. നിങ്ങൾ ആരും അനാഥരല്ല. നിങ്ങൾ യാരും അനാഥയില്ല. നിങ്ങൾ ആരും അനാഥരല്ല. ദേവനുடைய சேனை உனக்கு பின்பாக இருக்கிறது. ദൈവത്തിന്റെ സൈന്യം നിന്റെ പിന്നിലുണ്ട്. ദേവനുடைய சேனை உன் குடும்பத்துக்கு முன்பாக போய் கொண்டிருக்கிறது. സ്വർഗീയ സൈന്യം നിന്റെ കുടുംബത്തോട് കൂടെയുണ്ട്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യേശു சொல்றார், യേശു പറയുന്നു, വെറുമയാ இருக்கிற പാത്രങ്ങളെ കൊണ്ടുവാங்க. ആ ഒഴിഞ്ഞ പാത്രങ്ങളെ നിങ്ങൾ കൊണ്ടുവരിക. വെറുമയാ இருக்கிற என்னிடத்திலே கொண்டு வாருங்க. ആ ഒഴിഞ്ഞിരിക്കുന്നവയൊക്കെ നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരിക. വെറുമയാ இருக்கிறத கொண்டு வரணும். ഒഴിഞ്ഞിരിക്കുന്നതിനെയാണ് കൊണ്ടുവരേണ്ടത്. ദൈവ സമുദ്രത്തിൽ നമ്മെ വെറുമയാക്ക வேண்டும். ദൈവ സന്നിധിയിൽ നാം നമ്മെ തന്നെ ഒഴിഞ്ഞവരാക്കണം. നമ്മളെ വെറുമയാക്കുമ്പോൾ
ஆண்டவர் உங்களை ஒரு நாளும் புறக்கணிக்க மாட்டார். നിങ്ങളെ തന്നെത്താനെ ഒഴിച്ച് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല. ஆண்டவர் சொல்லுகிறபடியே அவர்கள் செய்தபடியினாலே, കർത്താവ് പറഞ്ഞത് അതുപോലെ അവർ ചെയ്തതുകൊണ്ട് வெறுமையான பாத்திரங்கள் நிரப்பப்பட்டது. ആ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ നിറയപ്പെട്ടു. சாதாரண ஒரு பாத்திரம் தான் அது. അതൊരു സാധാരണ പാത്രമാണ്. அது ஒரு பெரிய பிரஷியஸ் பாத்திரம் அல்ல. അതൊരു വിലയേറിയ പാത്രമൊന്നുമല്ല. சாதாரண கர்ஜாடி தான். சாதாரண கர்ஜாடி ഒരു സാധാരണ കൽപാത്രമാണ്. சும்மா சாதாரண தண்ணியை கொண்டு வந்தாங்க. വെറുതെ വെള്ളം കൊണ്ട് വെച്ചിരിക്കുന്ന പാത്രം. ஆனா கர்த்தர் அதற்குள்ள வேலையை செய்தபடினாலே, கிரியை செய்தபடினாலே அது ருசி உள்ளதாய் மாறி. പക്ഷെ കർത്താവ് തന്റെ പ്രവൃത്തി അതിന്റെ മേൽ ചെയ്തപ്പോൾ അത് രുചിയുള്ള വീഞ്ഞായിട്ട് മാറി. வெறுமையாயிருக்கின்ற வாழ்க்கை ருசியாக மாற்றும்படியா உன் மத்தியிலே தேவ ஆவியானவர் உலாவிக் கொண்டிருக்கிறார். ഒഴിഞ്ഞിരിക്കുന്ന ശൂന്യമായ നിന്റെ ജീവിതത്തെ നിറയ്ക്കുവാൻ, രുചിയുള്ളതാക്കി മാറ്റുവാൻ കർത്താവ് ഇന്ന് രാത്രികാലം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. அது ஆண்டவர் மாத்திரம் தான் செய்ய முடியும். അത് കർത്താവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തിയാണ്. சில பேர் கல்யாணம் ஆனாலும் 10-20 வருஷமா அப்பா என்ன சொல்றாங்களோ அம்மா என்ன சொல்றாங்களோ அதை தான் கேட்டுருப்பாங்க. மனைவி சொல்றது கேட்டு இந்த காலை விட்டு அந்த காலை விட்டுருவாங்க. കല്യാണം കഴിഞ്ഞ് 10 വർഷമായാലും 20 വർഷമായാലും ചിലർ ചെയ്യുന്നത് അപ്പം പറയുന്നത് അമ്മ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഭാര്യ പറയുന്നത് ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ പുറത്ത് കളയും. அதனாலதான் பிரச்சனையே வருது. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. அதுதான் போராட்டமே. അതാണ് പോരാട്ടം. அம்மாவையும் தாயும் தகப்பனும் நம்ம கனப்படுத்த வேண்டும். അമ്മയും അപ്പനെയും നിങ്ങൾ ബഹുമാനിക്കണം. மனைவி சொல்றதையும் கேட்கணும். ഭാര്യ പറയുന്നത് നിങ്ങൾ കേൾക്കണം. கேட்டாதான் வண்டி ஒழுங்கா ஓடும். അങ്ങനെ കേട്ടാൽ മാത്രമേ നിങ്ങളുടെ വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടത്തുള്ളൂ. பழைய ஏற்பாட்டுல போட்டிருக்கிறது, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, கழுதையும் மாட்டையும் சேர்த்து உழாதிருப்பாயாக. കഴുതയെയും കാളയെയും ഒരുമിച്ച് ഉഴാറില്ലല്ലോ. கழுதையை போட்டா കഴുത அப்படி உதைக்கும். ഒരു കഴുതയെ കൂടെ കെട്ടിയാൽ കഴുത ചവിട്ടി മെതിക്കുവാൻ തുടങ്ങും. மாடு முட்டும். മാട് ഈ കാളയാണെങ്കിൽ അത് കുത്തുവാൻ തുടങ്ങും. இதை சொல்லும்போது பழைய ஒரு பாட்டு ஞாபகத்து வருகிறது. ഇത് പറയുമ്പോൾ ഒരു പഴയ പാട്ട് എന്റെ ഓർമ്മയിൽ മലയാളത്തിലുമുണ്ട്. അതും മലയാളത്തിലുമുള്ള வருவாய் தருணம் இதுவே அழைக்கிறாரே வல்ல ஆண்டவரேசு. വണ്ടി മലയാളത്തിൽ ഉണ്ടല്ലോ. ഉണ്ട്. വരുവീനി നല്ല സമയം യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം യേശു വിളിച്ചിടുന്നു. அழகு மாயிலை தேடாதே, அழகு மாயை நிலை தேடாதே, அதை நம்பாதே மயக்கிடுமே. மரணமோ நாள் மரணமே വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. ஹல்லேலூயா. என்கிட்ட இந்த பொண்ணு கேட்குற எல்லா பாய்ஸும் வெள்ளையா பொண்ணு வேணும்னு கேட்குறாங்க. வெள்ளையா பொண்ணு. കല്യാണം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യൗവനക്കാരായ യുവാക്കള് അവരൊക്കെ വെളുത്ത പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നു. சிபிஎத்தில் இருக்க ஒரு பையன் வந்து கேட்டான், கிளிய போல ஒரு பொண்ணு வேணும்னு கேட்டான். സിപിഎമ്മിൽ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് കിളിയെ പോലുള്ള ഒരു പെണ്ണിനെ. മലയാളത്തിൽ കിളിയാണ്. കളിയല്ല இல்லையா கிளி. நானும் அந்த சென்டர் பாஸ்டும் கஷ்டப்பட்டு ஒரு கிளியை கண்டுபிடிச்சு கொடுத்தோம். ഞാനും അവിടുത്തെ സെൻട്രൽ പാസ്റ്ററും കൂടെ കഷ്ടപ്പെട്ട് ഒരു കിളിയെ കണ്ടുപിടിച്ചു കൊടുത്തു. ഒരു 3 മാസം കഴിച്ച്, ഒരു 3 മാസം കഴിഞ്ഞ് പുള്ളിക്കാരത്തിയുടെ ബൈബിളും പുള്ളിക്കാരത്തിയുടെ ബൈബിളും പുള്ളിക്കാരത്തിയുടെ ഹാൻഡ് ബാഗും പുള്ളിക്കാരിയുടെ ഹാൻഡ് ബാഗും പുള്ളിക്കാരൻ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു വരും. പുള്ളിക്കാരത്തി കുയിൻ മാറി വരും. പുള്ളിക്കാരി ഒരു രാജ്ഞിയെ പോലെ പിന്നെ അടിഗമയോടെ നടന്നു വരുന്നു. ആ സെൻട്രൽ പാസ്റ്റർ ഭയങ്കര ഒരു സ്ട്രോങ് ആണ് മനുഷ്യൻ. ആ സെൻട്രൽ പാസ്റ്റർ വളരെ ശക്തനായ ഒരു ദൈവ മനുഷ്യനാണ്. സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, കിളി കൊത്തിയോ? സെൻട്രൽ പാസ്റ്റർ ചോദിച്ചു, കിളി കൊത്തിയോ? അവർ കേട്ടത് എന്നതാ? അവർ ചോദിച്ചത് എന്താണ്? കിളിയെ കേട്ട.
കിളിയെയാണ് അദ്ദേഹം ആഗ്രഹിച്ചതും ചോദിച്ചതും. കിളി കേട്ടാ കിളി കൊത്തതാൻ ചെയ്യും. കിളിയെ കേട്ട് വാങ്ങിച്ചാൽ കിളി കൊത്തുക തന്നെ ചെയ്യും. ദേവസിദ്ധമാണ് പിള്ളയെ കേൾക്കണം. ദൈവഹിതം എന്തോ ദൈവഹിതപ്രകാരമുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കിളിയെ കേട്ടിങ്ങനെ കണ്ടിപ്പാ കിളി കൊത്തവേ ചെയ്യും. കിളിയെ നിങ്ങൾ ആഗ്രഹിച്ചാൽ കിളി നിശ്ചയമായും കൊത്തുക തന്നെ ചെയ്യും. വെള്ള കളർ മാറും, ബ്ലാക്ക് കളർ മാറും. ആണ യേശു ക്രിസ്തു മാത്രം നേറ്റ് മിന്റ് മിന്റ് മാറാതെ. നമ്മളുടെ കളറൊക്കെ മാറും, വെള്ളയും കറുപ്പും ഒക്കെ മാറും, പക്ഷേ മാറാത്തവൻ ഒരുവൻ മാത്രം, യേശു ക്രിസ്തു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. വെള്ളയാ இருக்கனால പ്രൗഡ് இருக்க வேண்டிய அவசியமில்லை. വെള്ളയായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. நம்ம பைபிள் படிக்கிறோமோ அல்லது ஜெபம் பண்றோமோ கண்ணாடி முன்னாடி நின்று பார்த்த முகத்தையே பார்த்து கொண்டிருக்கிறோம். നിങ്ങൾ ബൈബിൾ വായിക്കുകയാണോ പ്രാർത്ഥിക്കുകയാണോ എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഈ കണ്ട മുഖത്തെ തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെ എല്ലാ വീട്ടിലെയും വീട്ടു വാസലിൽ ഒരു പെരിയ കണ്ണാടി இருக்கும். യൂറോപ്പിൽ വീടുകൾ കടക്കുമ്പോൾ ഏറ്റവും മുൻപിൽ തന്നെ ഒരു വലിയ കണ്ണാടി ഉണ്ടായിരിക്കും. பெரிய ஒரு கண்ணாடி, ഒരു വലിയ കണ്ണാടി. எல்லாரும் முன்னாடி நிப்பாங்க. എല്ലാവരും അതിന്റെ മുൻപിൽ നിൽക്കും. இப்படி பண்ணுவாங்க, இப்படி பண்ணுவாங்க, இப்படி பண்ணுவாங்க, இப்படி என்னென்ன பண்ணணுமோ എല്ലാ പെയിന്റും അടിച്ചുக்குவாங்க. മുഖത്ത് എന്തൊക്കെ ചെയ്യാമോ പെയിന്റുകളൊക്കെ അടിച്ച് അവരുടെ ഭംഗി കൂട്ടുവാൻ ശ്രമിക്കും. കല്യാണத்துக்கு பொண்ணு போட்டோ கேட்டா எத்தனை பெயிண்ட் அடிக்குமோ அத்தனை பெயிண்ட் அடிச்சு கொடுத்துருவோம். കല്യാണ ആലോചനയ്ക്ക് പെണ്ണിന്റെ ഫോട്ടോ ചോദിച്ചാൽ എത്രമാത്രം പെയിന്റ് അടിക്കാമോ അത്രമാത്രം പെയിന്റ് അടിച്ചിട്ടാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. പെയിന്റ് முடிஞ்சு 2 നാളിലെ പുറത്തും സുയരൂപം എന്നാന്ന് தெரியும். ഈ കല്യാണം കഴിഞ്ഞ് പെയിന്റ് തീർന്നതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴാണ് യഥാർത്ഥ രൂപം പുറത്തു വരുന്നത്. എല്ലാ പെയിന്റും മാറും, എല്ലാ പെയിന്റും മാറിപ്പോകും. எஸ்பெஷலி இந்த வெள்ளைக்காரங்க என்ன பண்ணுவாங்க, இந்த ட்ரெயின்லயோ அல்லது அந்த சிக்னல்லையோ 2 செகண்ட் உடனே ஒன்று எடுத்துக்குவாங்க. 2 സെക്കൻഡ് വെള്ളക്കാരെ പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സിഗ്നലിൽ ഒരു 2 സെക്കൻഡ് കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരു ബ്ലോക്കിൽ 2 സെക്കൻഡ് കിട്ടിയാൽ പെട്ടെന്ന് മേക്കപ്പ് കിറ്റ് എടുക്കും. അവർ മുഖത്തൊക്കെ ചായം പൂശും. சாப்பாடு இருக்கையில் எல்லாத்தையும் ஒரு மேக்கப் கிட் இருக்கும். சாப்பாடு കഴിക്കുവാൻ പോകുമ്പോഴും അവരുടെ അടുക്കൽ சாப்பாடு இருக்கோ അറിയത്തില്ല, ബട്ട് ഇത് இருக்கும். അവർക്ക് ഭക്ഷണമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ എപ്പോഴും ഒരു മേക്കപ്പ് കിറ്റ് കൂടെ ഉണ്ടാകും. காலையில எழுந்த உடனே அதுதான் அவங்களுடைய வேலையே. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അതാണ്. ஆனால் நமக்கு ஆண்டவர் இயற்கையா நல்ல அழகா கொடுத்திருக்கிறார். പക്ഷേ കർത്താവ് നമുക്ക് സ്വതവേ നല്ല ഭംഗിയും സൗന്ദര്യം തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. மீட்டிங் முடிஞ்ச உடனே சில பேர் கேட்டாங்க, உங்களுக்கு ரொம்ப ஸ்வெட் ஆச்சு, என்ன ஏன் உங்களுக்கு கஷ்டம் இல்லையான்னு கேட்டாங்க. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞ് ചിലരുടെ അടുക്കൽ വന്നു, പാസ്റ്റർ നിങ്ങൾ നന്നായി വേർക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാലാവസ്ഥ ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. நான் சொன்ன ஸ்வெட் ஆகிறதுனால என்ன பியூட்டியா மாறிக்கிட்டு இருக்கு. ഞാൻ പറഞ്ഞു, ഞാൻ വേർക്കുമ്പോൾ വീണ്ടും സൗന്ദര്യം എന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ஏன்னா எனக்கு ஸ்வெட் ஆகாது, അവിടെ എനിക്ക് വേർപ്പ് വരികയില്ല. ஸ்வெட் ஆகுனா பாடிக்கு நல்லது. നമ്മൾ വിയർക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നിങ്ങൾ சொல்லணும், நான் ഉപദ്രവപ്പെട്ടത് எனக்கு நல்லது. പൗലോസ് പറയുന്ന പോലെ ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി. ഉപദ്രവപ്പെട്ട எனக்கு நல்லது தாவீது சொல்கிறார். ദാവീദ് പറഞ്ഞു, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി. அதன் மூலம் உடைய பிரமாணங்களை கற்றுக்கொண்டேன். നിന്റെ പ്രമാണങ്ങൾ, ന്യായ പ്രമാണങ്ങൾ അറിയുവാൻ അത് കാരണമായി. இப்பெல்லாம் உங்களுக்கு ட்ரெயினிங் ஒண்ணுமே கிடையாது. നമുക്കിപ്പോൾ ട്രെയിനിങ് ഒന്നുമില്ല. அந்த நாட்களில் அடையாறுல ட்ரெயினிங் கரும்பு ஜூஸ் எடுக்கிறது போல எடுப்பாங்க. പഴയ കാലങ്ങളിലൊക്കെ അടയാറിൽ ട്രെയിനിങ് ഞങ്ങളെ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. കരിമ്പ് ചക്കയെ പോട്ട് തിരുമ്പ മെഷീനിൽ ഇടുവാங்க. കരിമ്പ് ജ്യൂസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കരിമ്പ് വീണ്ടും വീണ്ടും മടക്കി ഒടിച്ച മെഷീനിൽ റോളിൽ കൂടെ കയറ്റി ഇറക്കി പിഴിഞ്ഞെടുക്കുന്നത്. ജ്യൂസ് ഒന്നുമേ ഇരിക്കാണ് പിടിച്ച് ഉള്ള എടുപ്പാங்க. അതിൽ ജ്യൂസ് ഒന്നുമില്ലെങ്കിലും വീണ്ടും അതിനെ മെഷീനിലൂടെ ഓടിക്കും. അങ്ങനെ ഒരു ട്രെയിനിങ് ലഭിച്ചത് കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇപ്പോഴും നന്നായിരിക്കുവാൻ ദൈവം എന്നെ സഹായിക്കണം. അപ്പച്ചന്മാർ ഒരു നാളും ഇറക്കമേ പെട്ടതില്ല. എനിക്ക് ലഭിച്ച അപ്പച്ചന്മാരൊന്നും അല്പം പോലും കരുണ എന്നോട് കാണിച്ചിട്ടില്ല. ചവിട്ടിക്കളയും, അവരൊക്കെ ചവിട്ടിക്കളയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ്. പേടിയുണ്ടാകും. അവരുടെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ നടുങ്ങി വിറയ്ക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പെറുപെറുപ്പുണ്ടാകുകയില്ല. കളിമണ്ണിനെ പോലെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് അതിനെ രൂപാന്തരപ്പെടുത്തി. നിറയ്ക്കപ്പെടുന്ന അനുഭവത്തെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. അപ്പത്തെയും മീനെയും എടുത്ത് ജനങ്ങൾക്ക് പങ്കിട്ട് കൊടുത്താർ. യേശു അപ്പത്തെയും മീനെയും എടുത്ത് ജനത്തിന് പങ്കുവെച്ചു കൊടുത്തു. மீதி இருக்கிற காரியத்தை மீதியான கூடையிலே நிரப்புங்கள் என்று சொல்கிறார். അധികം വന്നത് കൂടയിൽ നിറയ്ക്കുവാൻ അവൻ കൽപ്പിച്ചു. ஆண்டவர் எப்போதும் நம்மை நிரப்புகிறவர். കർത്താവ് എപ്പോഴും നമ്മെ നിറയ്ക്കുന്നവനാണ്. നീ വെറുமையான പാത്രமாக இருக்கலாம், നീ ഒഴിഞ്ഞ പാത്രമായിരിക്കാം, നീ ഒരു ഒന്നുമില്ലാത്ത പാത്രമായി, നീ ഒന്നുമില്ലാത്ത ഒരു പാത്രമായിരിക്കാം, നീ ഒരു കണത്തുക്കുரிய പാത്രം என்பதை നീ അറിയായോ? നീ ഒരു മാനത്തിന് തക്ക പാത്രമാണെന്ന് നീ അറിയുന്നില്ലയോ? നീ കണവിനത്തുക്കുரிய പാത്രമല്ല, നീ അപമാനത്തിന് വേണ്ടിയുള്ള പാത്രമല്ല, കണത്തുക്കുரிய പാത്രം. നീ ബഹുമാനത്തിന് മാനത്തിന് വേണ്ടിയുള്ള പാത്രമാണ്. കണത്തുക്കുரிய പാത്രം, മാനത്തിന് വേണ്ടിയുള്ള പാത്രം. നീ കണത്തുക്കുரிய പാത്രം, നീ മാനത്തിന് വേണ്ടിയുള്ള പാത്രം. തുറന്ന് சொல்லுங்க, നിങ്ങൾ വായി തുറന്ന് പറയുക, ഞാൻ മാനത്തിന് വേണ്ട പാത്രം. honorable vessel, നാം ബഹുമാനിക്കപ്പെടേണ്ട പാത്രമാണ്. ബ്രദേഴ്സ്, എന്നെ എല്ലാവരും കനവ് കാണുறீங்களா என்னன்னு தெரியல. ഇവിടെ ഉണ്ടോ സഹോദരന്മാരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയൊന്നുമല്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. எப்படி எழுப்ப வேண்டியதா இருக்குது. ஆதி காலத்துல பெந்தகோஸ்ல ஹல்லேலூயா പറയാൻ പാടില്ല, അത് പാട്ടി അഗ്നി പോയിക്കൊണ്ടേ இருக்கும். ആദ്യകാലത്തൊക്കെ ഹല്ലേലൂയ പറയാൻ
പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ അഗ്നി അല്പമായി അടങ്ങും. ആഫ്രിക്കൻ സർവീസ് പാത്തീங்கன்னா തുള്ളി കുതിച്ച് ആവില നിറയുവാങ്ക. ആഫ്രിക്കക്കാർ ആരാധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കും. ഒവ്വൊരു ദേശത്തുക്കും ഒരു കൾച്ചർ இருக்குது, ആരാധിക്കുന്നത് ഒരു കൾച്ചർ இருக்கிறது. ഓരോ ദേശത്തിനും അവർ ആരാധിക്കുന്നത് അവരുടെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വിവിധ രീതികളുണ്ട്. ഒരു നാൾ ഞാൻ ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്നേ. ഒരിക്കൽ ഞാനൊരു ആരാധനായോഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൗത്ത് അമേരിക്ക അമ്മച്ചി அப்படி ഒരു വിങ് വിങ് വിങ്ങിന് ഒരു വിസിൽ അടിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ ഒരു അമ്മച്ചി ഇങ്ങനെ വളരെ ഉച്ചത്തിൽ വിസിലടിക്കുവാൻ തുടങ്ങി. ഞാൻ പേടിച്ചു പോയി. அவங்க சொன்னாங்க the way of worship. അവർ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ആരാധന. அதை பார்த்துட்டு அவங்க பாவி நம்ம சொல்ல முடியாது. അത് കണ്ടിട്ട് അവർ പാപികളാണെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമ്മൾ എല്ലാവരെയും ന്യായം തീർப்போம். നമ്മൾ എല്ലാവരെയും ന്യായം വിധിക്കുന്നവരാണ്. അവൾ ശരിയില്ല, ഇവൻ ശരിയില്ല, അവൻ ശരിയല്ല, അവള് ശരിയല്ല. முதலாவது നീ சரியா இருக்கியான்னு பார்க்கணும். ആദ്യം നീ ശരിയാണോ എന്ന് നീ നിന്നെ തന്നെ നോക്കണം. நம்ம சரியா இருந்தா மற்றவர்கள் எல்லாம் சரியா இருப்பாங்க. നമ്മൾ ശരിയായിരുന്നാൽ മറ്റുള്ളവരൊക്കെ ശരിയായി തീരും. ஆண்டவர் நிரப்புகிற ஆண்டவராய் இருக்கிறார். കർത്താവ് നിറയ്ക്കുന്ന ദൈവമാണ്. எப்போதும் நிரப்பப்பட்ட அனுபவத்தில் இருக்க வேண்டும். എപ്പോഴും നിറവിന്റെ അനുഭവത്തിൽ നിങ്ങളായിരിക്കണം. കാത്തിരിപ്പ് യോഗത്തിൽ வந்து உங்களை நிரப்பிக்கொள்ள வேண்டும். അതുകൊണ്ടാണ് കാത്തിരിപ്പ് യോഗത്തിൽ കടന്നു വന്ന് നിങ്ങളെ നിറവിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. அந்த நாட்கள்ல வீட்டுக்கு போனா வெள்ளம் வேணுமா டீ வேணுமான்னு கேட்பாங்க. இப்ப நெட் ഉണ്ടോ? പണ്ട് കാലത്തൊക്കെ നേരത്തെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ വെള്ളമുണ്ടോ ടി വി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യം നെറ്റ് ഉണ്ടോ എന്നാണ്. പാസ്വേഡ് ഉണ്ടോ? വൈഫൈ പാസ്വേഡ് ഉണ്ടോ? വൈഫൈ ഉണ്ടോ? വൈഫൈ ഉണ്ടോ? എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടോ? യേശു ഇല്ല. இதுதான் வாழ்க்கையின் நிலவரமாக இருக்கிறது. ഇതാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ. உள்ள நுழைஞ்ச உடனே இதுல சார்ஜ்ல போடுங்க. അകത്ത് കടന്ന ഉടനെ ചാർജ്. A ടൈപ്പ് ചാർജറാ? ഇത് സി ടൈപ്പ് ചാർജർ ആണോ USB ആണോ? ഇപ്പൊ യാരും ഒരു തോത്രം പറയുന്നില്ല, ഒരു ചിരിക്കരുതില്ല. ഉള്ള നുഴഞ്ഞ നെറ്റ് ഉണ്ടോ? ആദ്യം കാണുമ്പോൾ തന്നെ ഒരു വീട്ടിൽ നാം ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെയാണ്. ആരും ചിരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേമം ചോദിക്കുന്നില്ല. നെറ്റ് ഉണ്ടോ, ചാർജർ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. എല്ലാ ഫോണും ഔട്ട് ഓഫ് ഓർഡർ ആകും. ആണ്ടവരുടെ ഫോൺ ഒരു നാൾ ഔട്ട് ഓഫ് ഓർഡർ. നിങ്ങളുടെ എല്ലാ ഫോണുകളും ഒരിക്കൽ ഔട്ട് ഓഫ് ഓർഡർ ആകും. പക്ഷെ കർത്താവിന്റെ ഫോൺ ഒരിക്കലും ഔട്ട് ഓഫ് ഓർഡർ ആകില്ല. ATM-ൽ പോയി പണം എടുത്താലും അത് ഔട്ട് ഓഫ് ഓർഡർ ആകും. ATM-ൽ പോയി പണം എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് ഔട്ട് ഓഫ് ഓർഡർ ആകാറുണ്ട്. ആണ്ടവരുടെ കൃപ ഒരു നാൾ ഔട്ട് ഓഫ് ഓർഡർ. പക്ഷെ കർത്താവിന്റെ കൃപ ഒരിക്കലും ഔട്ട് ഓഫ് ഓർഡർ ആകില്ല. നമ്മൾ ആരും ഔട്ട് ഓഫ് ഓർഡർ അല്ല. നാം ആരും ഔട്ട് ഓഫ് ഓർഡർ അല്ല. നമ്മൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. നീ ഗണത്തുക്കുரிய പാത്രം. നീ മാനിക്കപ്പെടേണ്ട പാത്രമാണ്. എല്ലാവരും சொல்லுங்க ഞാൻ ഗണത്തുക്കുரிய പാത്രം. നിങ്ങൾ എല്ലാവരും പറയുക ഞാൻ മാന്യപാത്രമാണ്. ഗണത്തുക്കുரிய പാത്രം. ഞാൻ മാന്യപാത്രമാണ്. ഉന്റെ വാർത്തയിനാലെ നീ ഗണവേണ്ടിയതുക്കുரிய പാത്രമായി മാറി വിടുகிறாய். അതിന്റെ വചനത്താൽ ബലഹീനത മാറി ബലമുള്ള പാത്രമായി നീ മാറുവാൻ പോകുകയാണ്. വചനത്തിന്റെ മേൽ പകുതിയെ பார்க்கும்போது നമ്പിക്കയിൻ ദേവൻ രണ്ട് മുறை നമ്പിക്കയെ പറ്റി சொல்லுகிறது. God of hope. ഈ വചനത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിച്ചാൽ 2 തവണ പറയുന്നുണ്ട് പ്രത്യാശയുടെ ദൈവമെന്ന്. നമ്പിക്കയിൻ ദേവൻ, നമ്മുടെ പ്രത്യാശയുടെ ദൈവം. എല്ലാവരും சொல்லுங்க മലയാളത്തിൽ പറയുക. എല്ലാവരും മലയാളത്തിൽ പറയുക. മലയാളമേ അറിയാത്തവരെ എല്ലാം ഇംഗ്ലീഷ്കാരെ പോലെ ഉட்கார்ந்திருக்குது. മലയാളം അറിയാത്തതുപോലെ ഇംഗ്ലീഷുകാരെ പോലെയാണ് ഇരിക്കുന്നത്. സത്യമാ ഉറക്കെ പറയണം. നിങ്ങൾ ശബ്ദം ഉയർത്തി തന്നെ ഉച്ചത്തിൽ പറയണം. മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷിലെ പറ. ഗോഡ് ഓഫ് ഹോപ്പ്. മലയാളം അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുക ഗോഡ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ ദൈവം. சொல்லும்போது எவ்வளவு சந்தோஷமா இருக்குல்ல? അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എത്ര സന്തോഷമാണ്. முதலாவது ஆண்டவர் நம்பிக்கையை கட்டளையிடுகிறார். ഒന്നാമത് കർത്താവ് പ്രത്യാശ നമുക്ക് നൽകുന്നു. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് സിന്ധു സമാനമായി സന്നദ്ധം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്നദ്ധം കാണുന്നു ഞാൻ.
தேவனுடைய ஸ்நேகத்தை யோசிக்கிறவளை எத்தனை மதுரம். ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് എത്ര മധുരതരമാണ്. അടുത്തത് ആബ്രഹാമിന്റെ വാഴ്ക്കയില് നിറപ്പപ്പെട്ട അനുഭവത്തെ കുറിച്ച് ചില കാര്യത്തെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ പ്രാപിച്ച നിറവിന്റെ അനുഭവത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. റോമർ 4:19 റോമാലേഖനം 4:19 റോമർ 4:19 റോമർ 4:19 അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരം ബലഹീനപ്പെടും, ശരീരം ബലഹീനപ്പെടും. ஆனால் ஒரு நாளும் വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. പക്ഷേ ഒരു കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ആബ്രഹാം വിശ്വാസത്തിൻ തകപ്പനായിരുந்தான். അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. അവൻ வாழ்க்கையில நிரப்பப்பட வேண்டிய ஒரு காரியம் இருந்தது. തന്റെ ജീവിതത്തിൽ ഒരു നിറവ് പ്രാപിക്കേണ്ട ഒരു പ്രത്യേക വിഷയമുണ്ടായിരുന്നു. കർത്തരുടെ വാഗ്ദത്തത്തെ നമ്പിനാൻ. കർത്താവിന്റെ വാഗ്ദത്തത്തെ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. കർത്തരുടെ വാഗ്ദത്തത്തെ നമ്പിനபடினாலே അവൻ വിശ്വാസത്തിൽ ബലഹീനമായി ഇരിക്കവിல்லை. അവൻ കർത്താവിന്റെ വാഗ്ദത്തത്തെ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് അവൻ വിശ്വാസത്തിൽ കുറഞ്ഞു പോയില്ല. Anybody have an English Bible? Can you read for me? ഇംഗ്ലീഷ് ബൈബിൾ കയ്യിലുള്ള ആരെങ്കിലും ആ വാക്യം എനിക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? Please. പാർ ഉങ്ങൾക്കും ചാൻസ് ഉണ്ട്. And being not weak in faith, he considered not his own body now dead when he was about 100 years old, neither at the deadness of Sarah's womb. பரவாயில்ல, அப்பச்ச நல்ல ட்ரைனிங் கொடுத்து வச்சிருக்கிறேன். കുഴപ്പമില്ല, അപ്പച്ച നല്ല ട്രെയിനിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ വിശ്വാസത്തിൽ ബലഹീനമായിരിക്കவில்லை. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ വിശ്വാസത്തിൽ ബലഹീനമായിരിക്കவில்லை. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് നമ്മുടെ ശരീരത്തിലെ എത്രയോ ബലഹീനങ്ങൾ இருக்கும். നമ്മുടെ ശരീരത്തിൽ എത്രയോ ബലഹീനതകളുണ്ട്. കഴിക്കുന്ന ആഹാരത്തിനാല് ബലഹീനം ഉണ്ടാകും. നാം ഭക്ഷിക്കുന്ന ആഹാരം കൊണ്ട് നമുക്ക് ബലഹീനതകൾ ഉണ്ടാകും. നല്ല കാറ്റില്ലാത്ത ബലഹീനം ഉണ്ടാകും. നല്ല ശ്വാസം, നല്ല കാറ്റില്ലാത്തത് കൊണ്ട് ബലഹീനത ഉണ്ടാകും. എക്സസൈസ് ഇല്ലാമ സാപ്പിട്ട് ഒരേ ഇടത്തിൽ ഉட்கார்ந்திருந்தா ക്ഷീണം ഉണ്ടാകും. ശരീരത്തിന് വ്യായാമമില്ലാതെ ഭക്ഷണം കഴിച്ച് ഒരേ ഇടത്ത് അനങ്ങാതെ ഇരുന്നാൽ ബലഹീനതകൾ ഉണ്ടാകും. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാലും കേരളത്തിൽ പരോട്ട കഴിக்கிறമ്പ എപ്പോഴും 24 hours പരോട്ട കൊടുത്താലും ബീഫ് നല്ല കഴിച്ചുകൊണ്ടേ ഇരിക്കും. കേരളത്തിൽ എല്ലാവരും കാറ്ററിംഗ് ആണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും പൊറോട്ടയാണ്. പൊറോട്ടയും ബീഫും കൊടുത്താൽ 24 മണിക്കൂർ കിട്ടിയാൽ കഴിക്കാൻ സന്തോഷമാണ്. മാസ്റ്റർ ഇത് പോത്ത് വളരെ ടേസ്റ്റ് കേട്ടോ. പാസ്റ്റർ ഇത് പോത്തിറച്ചിയാണോ? നല്ല ടേസ്റ്റ് ആണ്. നോ മീൻ നോ, യു നോ ദാറ്റ്. ഇപ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു വാട്ടി നല്ല സാപ്പിട്ടീங்கன்னா അടുത്ത വേള കുറച്ച് സാപ്പിട്ടാൽ കുറഞ്ഞു പോക മാട്ടീങ്ക. ഒരു പ്രാവശ്യം നന്നായി ഭക്ഷണം കഴിച്ച് നിങ്ങൾ അടുത്ത തവണ അടുത്ത നേരം അല്പം കുറച്ച് ഭക്ഷിച്ചാലും കുഴപ്പമൊന്നും വരികയില്ല. അനേകർക്ക് இந்த നാക്ക് சரியில்லாததான் ബിപിയും എപിയും ബിപിയും സിപിയും എല്ലാം இருக்குது. അനേകർക്ക് അവരുടെ നാവ് രുചി ശരിയില്ലാത്തത് കൊണ്ടാണ് ഈ ബിപിയും മറ്റു അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഉണക്കമീൻ ഉണ്ടല്ലോ, ഉണക്കമീൻ, ഏറ്റവും കുറഞ്ഞ ഒരു ഉണക്കമീൻ. എനിക്ക് ആരും മലയാളം കത്ത് കൊടുക്കല, ആരും മലയാളം എന്നെ പഠിപ്പിച്ചതല്ല, കർത്താവ് കൊടുത്ത അറിവാണ്. ഞാനും പേസുമ്പോൾ ഷാർപ്പാ ഗവനിപ്പേൻ. ഞാൻ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുന്നയാളാണ്. എതുക്ക് എന്നെ വേർഡ് യൂസ് പண்றாங்க കേൾക്ക മാട്ടേൻ. ഏത് കാര്യത്തിന് എന്ത് വാക്കാ ഉപയോഗിക്കുന്നത് ഞാൻ ആരോടും ചോദിച്ച് മനസ്സിലാക്കില്ല. ഞാനത് കേട്ട് പഠിക്കും. ആമേൻ, ആമേൻ. പല ലാംഗ്വേജ് പഠിക്കണം, പല ഭാഷകൾ നാം പഠിക്കണം. പഠിച്ചാൽ നല്ലത്, നമുക്ക് പഠിച്ചാൽ നല്ലതാണ്. ആമേൻ, ആമേൻ. ആബ്രഹാം വിശ്വാസത്തിൽ ബലഹീനമായിരിക്കவில்லை. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. இன்றைக்கு உங்களுடைய விசுவாசம் பலவீனமா இருக்கிறபடினாலே கர்த்தர் உங்களுடைய காரியத்தை நிரப்ப முடியாதபடிக்கு கர்த்தருடைய காரியங்கள் തടയായി உங்களுக்கு இருக்கிறது. കർത്താവിന്റെ പ്രവൃത്തി നടക്കാതെ നിന്നെ നിറയ്ക്കുവാൻ കഴിയാതെ ഇരിക്കുന്നതിന്റെ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു. മേൽമാടിയിലെ 120 പേർ കതവെ പൂട്ടിക്കൊണ്ട് ഉட்கார்ந்திருந்தாங்க. മാളിക മുറിയിൽ 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആനാലും പക്ഷേ ഒരുവരും ഉള്ളിൽ പോകാൻ முடியாது. ആർക്കും അകത്തേക്ക് കടന്നു പോകാൻ കഴിയുകയില്ല. കാറ്റ് മാത്രം പോയിരിക്കും, കാറ്റ് മാത്രമേ അകത്തേക്ക് കടക്കുകയുള്ളൂ. ആണ്ടവർ പൂട്ടപ്പെട്ട ഇടത്തിലെ ഉള്ളേ നുഴൈந்தார். അവിടെ പൂട്ടിയിട്ടിരുന്ന ഇടത്തും കർത്താവ് ഉള്ളിൽ പ്രവേശിച്ചു. അവരുടെ വിശ്വാസം ക്ഷീണിച്ചു പോയില്ല. ആണ്ടവരോട് പാത്തു சொல்லுங்க, ആണ്ടവരേ എന്റെ വിശ്വാസ ബലഹീനത്തെ മണ്ണിയോ. ഇന്ന് രാത്രി കർത്താവിനെ നോക്കി നിങ്ങൾ പറയുക, എന്റെ വിശ്വാസക്കുറവ്, എന്റെ വിശ്വാസത്തിലെ ക്ഷീണം എന്നോട് ക്ഷമിക്കണം കർത്താവേ. என்னுடைய അവിശ്വാസത്തിനാണ് എത്രയോ കാര്യങ്ങളെ ഞാൻ ഇഴന്നു പോയിരിക്കുന്നു. എന്റെ അവിശ്വാസ നിമിത്തം എത്ര അനുഗ്രഹങ്ങൾ ഞാൻ നശിപ്പിച്ചു, നഷ്ടമാക്കി. ഉണ്മതാനേ, സത്യമല്ലേ? നടക്കാതെ
നടക്കുകയില്ല, கிடைக்காது. കിട്ടുകയില്ല. அப்படி சொன்னா கிடைக்காது. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും என்ன ലഭിക്കില്ല. வசனம் சொல்ல உன் விசுவாசத்தின்படியே உனக்காக கடவுள். കാരണം വചനം പറയുന്നു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. பிரசங்கிமாருடைய விசுவாசத்தால் அல்ல, പ്രാസംഗികന്റെ വിശ്വാസം കൊണ്ടല്ല, நடத்துற பாஸ்டருடைய നിങ്ങളെ விசுவாசத்தால் നടത്തുന്ന പാസ്റ്ററുടെ വിശ്വാസം കൊണ്ടല്ല, உன் விசுவாசத்தினால் നിന്റെ വിശ്വാസത്താൽ മാത്രം. ஆக கடவுது. നിന്റെ വിശ്വാസത്താൽ സാധ്യമാണ്. ஆபிரகாம் அவன் சரீரம் பலவீனம் என்றாலும் அவன் விசுவாசத்துல பலவீனம் இல்ல. അബ്രഹാമിന്റെ ശരീരം ബലഹീനമായി, പക്ഷേ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. எப்போதும் விசுவாசத்தை அறிக்கையிட்டு கொண்டே இருக்க வேண்டும். എപ്പോഴും വിശ്വാസത്തെ നിങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കണം. அவிசுவாசமான வார்த்தைகளை சொல்லக்கூடாது. അവിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ നാവിൽ ഉച്ചരിക്കരുത്. அப்படி சொன்னா நிச்சயமா கர்த்தருடைய வாயின் வார்த்தையை நிறைவேற்றுவார். അങ്ങനെ പറഞ്ഞാൽ നിശ്ചയമായി നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കർത്താവ് നിറവേറ്റും. விசுவாசிக்கிறீங்களா? വിശ്വസിക്കുന്നുണ്ടോ? இப்போ ஒரு அல்லேலூயா சொல்லலாமே. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയാമോ? பிரதர்ஸ்களுக்கு என்ன பாவமோ தெரியல, സഹോദരന്മാർക്ക് എന്ത് வீட்டுல எத்தனை இடியோ அறியல, பாவம் அல்லேலூயா போட முடியல. ഹല്ലേലൂയ പറയാൻ കഴിയാതെ எல்லாம் ட்ரீம்ல എന്റെ കഷ്ടം എന്ന് തീരുമോന്ന് ഉட்கார்ந்திருக்க மாதிரி இருக்கு. എന്റെ കഷ്ടം എന്ന് തീരും, എന്റെ കഷ്ടം എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. സന്തോഷமா இருக்கணும், സന്തോഷമായിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവർക്കും ബലഹീനം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ബലഹീനതകളുണ്ട്, എല്ലാവർക്കും ബലഹീനമുണ്ട്, എല്ലാവർക്കും ക്ഷീണമുണ്ട്. ஆனால் அதன் மத்தியில പക്ഷേ അതിന്റെ ആബ്രഹാമെ പോലെ, അബ്രഹാമിനെ പോലെ അവൻ വിശ്വാസത്തിൽ ബലഹീനമായിരിക്കവില്ല, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. അവൻ വിശ്വാസത്തിൽ ബലഹീനമായില്ലാதபடிയാൽ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഇരുന്നത് കൊണ്ട് കർത്താവ് അവനെ നിറപ്പിനാർ. കർത്താവ് അവനെ നിറച്ചു. കർത്താവിന്റെ ജപത്തെ കേട്ടു, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. കേட்கிற எவனும் பெற்றுக்கொள்வான், യാചിക്കുന്ന ഏവനും ലഭിക്കും, കേட்கிற എവനും പെറ്റുകൊള്ളുവാൻ. യാചിക്കുന്ന ഏവനും ലഭിക്കും. ആമേൻ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എങ്ങളുടെ ചർച്ചിൽ നിറയെ പേര് വെതറിനാൽ ഓസ്ട്രേലിയ പോയി. ഞങ്ങളുടെ സഭയിൽ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് നിമിത്തം അനേകർ അവിടെ നിന്ന് മാറി ഓസ്ട്രേലിയയിലേക്ക് പോയി. അപ്പൊ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യും, ടിക്കറ്റ് ഒക്കെ അവർ മുൻകൂട്ടി ബുക്ക് ചെയ്യും. എല്ലാം ദൈവഹിതം എല്ലാം அவங்க ഹിതത്തിൽ ബുക്ക് ചെയ്യുവാണ്. ദൈവഹിതമല്ല, അവരുടെ ഇഷ്ടപ്രകാരം സമയം നോക്കി അവരെ ബുക്ക് ചെയ്യും. ആണ ഒരു സാക്ഷി പറയും, അവർ എഴുന്നേറ്റ് സഭയിൽ ഒരു സാക്ഷി പറയും. ദൈവഹിതമെങ്കിൽ നാളെ ഓസ്ട്രേലിയക്ക് പോറേൻ, ഓസ്ട്രേലിയയിലേക്ക് എല്ലാവരും മുട്ടുകുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എല്ലാം അവങ്ങളുടെ ഹിതം മുടിച്ചിട്ട് കടേശിയ ദൈവഹിതമെങ്കിൽ എല്ലാവരും അവരുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തിട്ട് അവസാനം സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ്? ദൈവഹിതമെങ്കിൽ. ഓസ്ട്രേലിയ പോകുന്നത് ദൈവസിദ്ധമോ അത് മനുഷ്യസിദ്ധമോ അറിയത്തില്ല. ഓസ്ട്രേലിയക്ക് നീ പോകുന്നത് ദൈവഹിതമോ മനുഷ്യന്റെ ഇഷ്ടമോ അറിയില്ല. ഇഷ്ടം പോലെ ചെയ്തിട്ട് ഇഷ്ടം പോലെ അതെല്ലാം ചെയ്തു. ഇങ്ങനെ ഒരു കള്ള സാക്ഷി പറയും, ഇങ്ങനെ ഒരു കള്ള സാക്ഷി പറയും. ദൈവഹിതമെങ്കിൽ നമ്മ എല്ലാരും ഒരു കള്ള സാക്ഷി தான் പറയും. നമ്മളെല്ലാം അങ്ങനെ കള്ള സാക്ഷി പറയും. എല്ലാം നമ്മുടെ മനസ്സ് ഇഷ്ടം പോലെ എല്ലാം செஞ்சிரோம், ടിക്കറ്റ് ബുക്ക് പண்றோம் എല്ലാം. ആனா ദൈവഹിതമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മളെല്ലാം ചെയ്തിട്ട് അവസാനം പറയുന്നത് ദൈവഹിതമെങ്കിൽ. என்ன சூப்பர் டிராமா இல்லையா? அது നല്ല നാടകമല്ലേ? നമ്മ ഏമാറ്റം ആണ്ടവരെ ഏമാറ്റം. നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നു. ആബ്രഹാം വിശ്വാസത്തിൽ ബലഹീനമായിരിക്കവില്ലേ? അബ്രഹാം വിശ്വാസത്തിൽ ബലഹീനനായില്ല. നിന്റെ ശരീരം ഇന്നേക്ക് ബലഹീനമായിരിക്കുന്നതോ? നിന്റെ ശരീരം ഇന്നേക്ക് ബലഹീനമായിരിക്കുന്നുവോ? അതേക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യം, അതേക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരു കാലം വിശ്വാസം ബലഹീനമായിരിക്കകൂടാ. ഒരു കാലത്ത് നിന്റെ വിശ്വാസത്തിൽ നീ ക്ഷീണിച്ചു പോകരുത്. വിശ്വാസ ബലത്തിന്മേൽ ബലൻ, വിശ്വാസത്തിൽ നീ ബലത്തിന്റെ മേൽ ബലം പ്രാപിക്കണം. അവൻ വിശ്വാസത്തിൽ ബലഹീനമായില്ലാത്തതിനാല്, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഇരുന്നത് കൊണ്ട് കർത്താവിന്റെ ജപത്തെ കേട്ടു, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. കർത്താവിന്റെ ജപത്തെ കേട്ടു, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ കണ്ണുനീർ ഇന്നേക്ക് തുടയ്ക്കപ്പെടുகிறது. നിന്റെ കണ്ണുനീർന്ന് തുടച്ചു മാറ്റപ്പെടുവാൻ. എത്രയോ തിരമാല ഉൻ വാഴ്ക്കയിൽ അടിത്തുകൊണ്ടേ ഇരിക്കുന്നത്. എത്രയോ തിരമാലകൾ നിന്റെ പടകിന്റെ മീതെ ആഞ്ഞടിച്ചു. ഒരു തിരമാലയ്ക്ക് അപ്പുറം അടുത്ത തിരമാല. ഇന്ന് ഒന്ന് കഴിഞ്ഞാൽ നാളെ അടുത്തത് മറ്റൊന്ന്. അയ്യോ എൻ വാഴ്ക്കയില് ഇനി പോതും എന്ന് ഞാൻ നിனைத்து വിട്ടേ. എന്റെ ജീവിതം തന്നെ മതി എന്ന് ഞാൻ വിചാരിച്ചു പോയ മരിച്ചു പോയാൽ നല്ലമായിരിക്കും എന്ന് യോസിക്കുക. മരിച്ചു പോയാൽ നല്ലത് എന്ന് വിചാരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? കഷ്ടങ്ങൾ വരുന്ന വേളയിൽ, കഷ്ടങ്ങൾ വരുന്ന സമയത്ത്. ആണ്ടവർ சொல்கிறார், പക്ഷേ കർത്താവ് അതിനോട് പറയുന്നു, നീ വിശ്വാസത്തിൽ ബലഹീനമായിരിക്ക വേണ്ട, നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ഉൻ വേദനയെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, നിന്റെ വേദനയെ ഞാൻ അറിയുന്നവനാണ്, നിന്റെ വെറുമയെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, നിന്റെ ഇല്ലായ്മയെ ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ്, വെറുമയെ നിറപ്പുകിற ആണ്ടവർ, നിന്റെ ശൂന്യതയെ നിറയ്ക്കുന്ന കർത്താവ്. திரும்ப சொல்கிறேன், മോശെ വിശ്വാസത്തിൽ ബലഹീനമായിരിക്കവില്ല, മോശ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. அதனால கர்த்தருடைய ஜெபத்தை கேட்டார், കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. ஆமென் ആമേൻ. അടുത്തത് ആഗാറുடைய வாழ்க்கையில അവൾ നിറപ്പപ്പെടാതെപടി ഓടിക്കൊണ്ടേ இருந்தாள். ഹാഗാറിന്റെ ജീവിതം നോക്കൂ. അവളും നിറവിന്റെ അനുഭവം പ്രാപിക്കാതെ ഓടിക്കൊണ്ടേയിരുന്നു. അവൾ അടങ്ങിയിരിക്ക വേണ്ടിയ ഇടത്തിൽ അടങ്ങിയില്ല, അവൾ കീഴ്പ്പെട്ടിരിക്കേണ്ട ഇടത്ത് കീഴ്പ്പെട്ടിരുന്നില്ല. അനേക വേളയില് പിള്ളകൾ കീഴ്പ്പെടുகிறதில்ல. പല സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് കീഴ്പ്പെടാറില്ല. இன்னைக்கு நமக்கு உள்ள பெரிய ஒரு கஷ்டம்,
பிள்ளைகளை நடத்துவது மிகப்பெரிய கஷ்டமா இருக்குது. നമ്മുടെ മാതാപിതാക്കളുടെ വലിയൊരു ബുദ്ധിമുട്ട്, വലിയൊരു കഷ്ടമാണ് കുഞ്ഞുങ്ങളെ നയിക്കുന്നത്, കുഞ്ഞുങ്ങളെ அந்த நாட்களே நான் காலேஜ் படிக்கிற வரைக்கும் அப்பாட்ட பெல்ட்ல அடி வாங்கினேன். പണ്ട് കാലത്തൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും എന്റെ പിതാവിൽ നിന്ന് ബെൽറ്റ് കൊണ്ട് അടി വാങ്ങിയിട്ടുണ്ട്. ஃபர்ஸ்ட் கிறிஸ்டியனால ரொம்ப ஸ்ட்ரிக்ட்டா எங்களை ஆவிக்குரிய ஜீவிதத்தில் வளர்த்தார்கள். ക്രിസ്ത്യാനിയായതുകൊണ്ട് ஃபர்ஸ்ட் ஜெனரேஷன் ക്രിസ്തീയ ജീവിതത്തിന്റെ ഒന്നാം തലമുറയായിരുന്നത് കൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെ ദൈവഭയത്തിൽ, ഭക്തിയിൽ, അനുസരണത്തിൽ വളർത്തി. പ്രോബ്ലം என்ன தெரியுமா? பெந்தகோஸ்திலே ஜெனிச்ச வளர்ந்த ஆட்களுக்கு துணிகரம் கூட. എന്താ പ്രശ്നമെന്ന് ഞാൻ പറയട്ടെ. പെന്തക്കോസ്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു തലമുറകളായി എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ അഹങ്കാരത്തിന്റെ മനസ്സിനക്കേടിന്റെ കാരണം. That is proper word. യഥാർത്ഥ വാക്കാണ്. ഈ പാസ്റ്റർ അറിയും, ആ പാസ്റ്റർ, ആனா യേശു അപ്പച്ചനെ അറിയത്തില്ല. ഈ പാസ്റ്ററും ആ പാസ്റ്ററും അവരെ ഒന്നും, പക്ഷെ യേശു അപ്പച്ചൻ അവരെ ഒന്നും അറിയത്തില്ല. அதுதான் நம்முடைய வாழ்க்கையில விசுவாசம் பலகீனமாய் மாறுவது. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞു പോകുന്ന ஆண்டவர் சொல்லுகிற வார்த்தையில நிக்க வேணும். ദൈവം പറയുന്ന വാഗ്ദത്തത്തിൽ, വാക്കിൽ നിങ്ങൾ മുറുകെ നിൽക്കണം. ஆண்டவர் போ சொன்னா மாத்திரம் தான் போகணும். പോകാൻ പറഞ്ഞാൽ മാത്രമേ നീ പോകാവൂ. எப்போதும் தேவ சத்தம் கேட்க. എപ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർക്കണം. தேவ சத்தம் கேட்காவிட்டால் நிச்சயமாய் ஆசீர்வாதங்களை பெற்றுக்கொள்ளவே முடியாது. ദൈവ ശബ്ദം കേൾക്കാതെ ഇരുന്നാൽ ഒരു കാലത്തും അനുഗ്രഹം പ്രാപിക്കുകയില്ല. ஊழியத்துக்கு வந்த வேளையில காஞ்சிபுரம் ஃபெய்த்தோம்ல விசிட்டிங் போய் கொண்டிருந்தேன். அப்பெல்லாம் ஹவாய் செப்பல் தான். கொஞ்சம் யோசித்து பாருங்க. பழைய காரியத்தை சொல்றேன். நம்ம ஹவாய் செப்பல், அது என்னது மலையாளத்தில் പറയും அந்த இது, அது அறந்து எத்தனை வழியில பின்னு போட்டு போன நாட்கள் உண்டு. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ കാലഘട്ടത്തിൽ കാഞ്ചീപുരം ഫെയ്ത്തോമിൽ അവിടെ നടന്നു പോകുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പഴയ കാലമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അന്നത്തെ ഹവായി ചെപ്പൽ, റബ്ബർ ചെരുപ്പാണ്. അതൊക്കെ അതിന്റെ വള്ളിയൊക്കെ പൊട്ടി മാറ്റിയിട്ട് എത്ര തവണ ഉപയോഗിച്ചു. இல்லனா அந்த வார் மட்டும் தனியா போடுவாங்க. ആ വാറ് മാത്രം വാങ്ങിച്ചു മാറ്റിയിടും. அது ഒരു സീസൺ. അതൊരു കാലമായിരുന്നു. ഇன்றைக்கு ஆண்டவர் அப்படி ஒரு சீசன்ல வச்சல. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കാലത്തിലല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. போனோனே എന്റെ സ്ലിപ്പർ അറന്നു പോச்சு. കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. എന്റെ സ്ലിപ്പർ പൊട്ടിപ്പോയി. எப்படி இருக்கும்? வேஷ்டி ஜிப்பா போட்டு ஸ்லிப்பரை கையில தூக்கிட்டு போனா விசிட்டிங் போனா எப்படி? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ നല്ല ജുബായും മുണ്ടുമൊക്കെ ഉടുത്തിട്ട് വളരെ ഗമയോടെ നടക്കുകയാണ്. പക്ഷേ ഈ ചെരുപ്പ് പൊട്ടിയിട്ട് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെയിരിക്കും? நான் நினைக்கிறேன் டாடா பிர்லா கூட இப்படி ஒரு ஒயிட் அண்ட் ஒயிட் போடுறது இல்ல. ടാറ്റാ ബിർള പോലും ഇങ്ങനെ നല്ല വെള്ള വസ്ത്രം, ഇങ്ങനെ മഹത്വമുള്ള വസ്ത്രം. எல்லாரும் கேக்குறாங்க, இது என்ன சீக்ரெட்? ഇതിന്റെ രഹസ്യം എന്താണെന്ന് എല്ലാരും ചോദിക്കും. ഞാൻ சொன்னது இது பயங்கர சீக்ரெட். ഇത് ഭയങ്കര സീക്രട്ട്, പറയാൻ പാടില്ല. ഇത് പുറത്ത് പറയാൻ പറ്റാത്ത വലിയ രഹസ്യമാണ്. ഡ്രസ് മാത്രം വെള്ളയല്ല, ഹൃദയം വെള്ളയാ ഇരിക്കണം. ഞങ്ങളുടെ വസ്ത്രം മാത്രമല്ല, നിങ്ങളുടെ വസ്ത്രം മാത്രമല്ല, ഹൃദയവും വെള്ളയായിരിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ, ആമേൻ. ഹൃദയം എപ്പോഴും വെള്ളയാ ഇരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ശുഭ്രമായിരിക്കണം. സ്ലിപ്പർ പോയി എടുത്തുകൊണ്ട് പോയപ്പോൾ ആണ്ടവർ சொன்னார், ഒരു നിമിഷം നില്ല് എന്ന് சொன்னார். ഈ സ്ലിപ്പർ എടുത്തുകൊണ്ട് പോകുവാൻ തുടങ്ങിയപ്പോൾ ദൈവശബ്ദം കേട്ടു, നിൽക്കുക എന്ന് പറഞ്ഞു. അன்றைக்கு ഗവൺമെന്റ് കോളേജിലെ കോൺവെക്കേഷൻ എല്ലാ മിനിസ്റ്റേഴ്സും പോയി കൊണ്ടിരിക്കാங்க. അന്ന് ഗവൺമെന്റ് കോളേജിൽ കോൺവെക്കേഷൻ നടക്കുന്നു. എല്ലാ മന്ത്രിമാരും അതിനുവേണ്ടി യാത്ര ചെയ്തു പോകുന്നു. നമ്മുടെ നാട്ടിലെ മാട് ഇവിടെ പോയിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കാളയും ആടും ഒക്കെ റോഡിലൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരു സബ് കളക്ടർ ജീപ്പിൽ ഉட்கார்ந்திருந்தார். ഒരു സബ് കളക്ടർ ജീപ്പിൽ ഇങ്ങനെ പോവുകയാണ്. പോലീസ് அந்த മാട കുത്തുന്നതിനാல അത് നേരെ പോയി സബ് കളക്ടർ കുടലോടെ തൂക്കിട്ട് മേലെ. പോലീസ് വന്ന് ഈ മാടിനെയൊക്കെ കുത്തി തുരത്തി ഓടിക്കുവാൻ ശ്രമിച്ച് ലാത്തി കൊണ്ട് അതിനെ കുത്തിയപ്പോൾ ഒരു കാള പെട്ടെന്ന് വിരണ്ട് വന്ന് ഈ സബ് കളക്ടറെ വയറ്റിൽ കുത്തി കുടലു. ஆண்டவர் சொன்னார், அறந்து போன ஸ்லிப்பருக்கு கவலைப்படுறிய உன் தேவதூதர்கள் எவ்வளவு பாதுகாத்திருக்கிறாங்க, நன்றி சொல்லு என்று ஆண்டவர் சொன்னார். കർത്താവ് നിന്നോട് സംസാരിച്ചത് ഇപ്രകാരമാണ്, നീ നിന്റെ പൊട്ടിപ്പോയ സ്ലിപ്പറിന്റെ വാറിനെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്നു. നിന്നെ ആയുസോടെ ആരോഗ്യത്തോടെ കർത്താവ് സൂക്ഷിച്ചതിനെ കുറിച്ച് ഓർത്ത് നിനക്ക് നന്ദിയില്ലയോ? இன்னைக்கு அற்ப காரியத்துக்கு நீ அழுது கொண்டிருக்கிறாய். ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ஆண்டவர் ജീവനോടെ வைத்திருக்கிறார். കർത്താവ് നിന്നെ ജീവനോടെ നിലനിർത്തിയില്ലേ? പഴയ പെന്തക്കോസ്ത് തമിഴ് പാട്ടുണ്ട്. പഴയ പെന്തക്കോസ്ത് ഒരു തമിഴ് പാട്ടുണ്ട്. ഉന്നതമാനവരിൻ ഉയർമറവിൽ
அப்ரஹாமுடைய விசுவாசம் ஒரு நாளும் ക്ഷീണமாகல. അബ്രഹാം തന്റെ വിശ്വാസത്തിൽ ഒരു കാലത്തും ക്ഷീണിച്ചു പോയില്ല. அடிக்கடி உங்களுக்கு வீசிங் வருது, പലപ്പോഴും നിങ്ങൾക്ക് വലിവുണ്ടാകും. அல்சர், அதனால எதுவுமே சாப்பிட முடியல. അൾസർ കാരണം നിങ്ങൾക്ക് ഭക്ഷണം നന്നായി കഴിക്കുവാൻ ஐயோ எத்தனை நாள் இதை நான் அல்சரை சுமக்கிறது, എത്ര കാലം ഈ അൾസർ ഞാൻ ചുമന്നുകൊണ്ട് നടക്കണം? அடிக்கடி எனக்கு த்ரோட் இன்ஃபெக்ஷன் ஆகுது, എനിക്ക് എപ്പോഴും ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ நான் என்ன വന്നു. பண்றது? ഞാൻ എന്ത് ചെയ്യണം? நான் எதுக்கு உயிரோடு இருக்கணும்? ഞാൻ എന്തിനു என் ജീവിച്ചിരിക്കണം? பலகீனத்துல நான் ஏன் ஜீவனோடு இருக்கணும்? എന്റെ ഈ ബലഹീനത കൊണ്ട് ഞാൻ എങ്ങനെ സഹിച്ചു நான் ജീവിക്കണം? மரித்து போனால் நலமாயிருக்கும். ഞാൻ മരിച്ചു പോകുന്നതല്ലേ നല്ലത്? நம்முடைய ஜெபத்தை கேட்டா என்றைக்கும் மரிச்சிருக்கணும். നമ്മുടെ പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ കേട്ടെങ്കിൽ എന്നേ മരിക്കേണ്ടതായിരുന്നു. ஆனால் ஜீவனோடு இருப்பது தேவ പക്ഷേ നീ சித்தமாயிருக்கிறது. ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. நீங்கள் ஜீவனோடு இருப்பது தேவ നിങ്ങൾ சித்தமாயிருக்கிறது. ജീവനോടെ ഇരിക്കണമെന്ന് ദൈവത്തിന് ഇതിനെ കുറിച്ച് ആഗ്രഹമുണ്ട്. அநேகருக்கு கர்த்தரை பற்றி சொல்லும்படியாக. അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ. ஆகவே ஆபிரகாம் விசுவாசத்தில் பலவீனமாயிருக்கவில்லை. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. விசுவாசத்துல கொழுத்த கன்றுகளை போல இருக்கணும். വിശ്വാസത്തിൽ നാം നല്ല കൊഴുത്ത കാളകളെ പോലെ ഇരിക്കണം, പുഷ്ടിയുള്ള മാടുകളെ പോലെ ഇരിക്കണം. வசனம் கேட்கிற வழியில மறுரூபமாக வேண்டும். വചനം കേൾക്കുമ്പോൾ നമുക്കൊരു രൂപാന്തരം, ഒരു മാറ്റം ഉണ്ടാകണം. மற்ற சபையை பார்க்க நம்முடைய சபையை பார்த்து ஜனங்கள் சொல்லும், இவள் வசனத்திலே மறுரூபமாக்கப்பட்ட சபை என்று சொல்ல வேண்டும். മറ്റ് സഭകളെ നോക്കി പറയുന്നത് പോലെയല്ല, നമ്മെ നോക്കി മറ്റുള്ളവർ പറയണം, വചനത്താൽ രൂപാന്തരം പ്രാപിക്കുന്നവരുടെ സഭയാണ്. எத்தனை பேர் விசுவாசிக்கிறீங்க? എത്ര പേർ വിശ്വസിക്കുന്നു? அப்படி நம்மை குறித்து ஒரு நல்ல சாட்சி இருக்க வேண்டும். നമ്മെ കുറിച്ച് ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. சாட்சி இல்லாவிட்டால் நீங்க 4 மணிக்கு எழுந்து தோத்திரம் தோத்திரம் படிச்சாலும் அது ஆத்திரமா போயிடும். സാക്ഷി ഇല്ലാതെ നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് സ്വോത്രം സ്വോത്രം പറഞ്ഞിട്ട് കാര്യമില്ല. இன்னைக்கு அநேகர் ரெண்டு வித கிறிஸ்தவர்கள் இருக்கிறார்கள். രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. ஸ்பிரிச்சுவல், ആത്മീകർ, அடுத்தது ரிலீஜியஸ். അടുത്തത് മതഭക്തർ. Most of the Pentecostal people, they are walking like a religious people, not a spiritual people. പല ബന്ധക്കോസ്തുകാരും ഭൂരിപക്ഷം ആൾക്കാരും ആത്മീകരല്ല, മറിച്ച് മതഭക്തി കൊണ്ട് നടക്കുന്നവരാണ്. எல்லா ஏறக்குறைய 99% ஆட்கள் ஆவிக்குரியவளா இல்லாதபடிக்கு ரிலீஜியஸ் பர்சனா இருக்காங்க. ഏകദേശം 99% ആൾക്കാരും അങ്ങനെയാണ്, ആത്മീകരല്ലാതെ മതഭക്തി കൊണ്ട് இது നടക്കുന്നവരാണ്. തെറ്റാണോ അത് തെറ്റാണോ ഇങ്ങനെയാണോ അങ്ങനെയാണോ പറഞ്ഞുകൊണ്ട് இப்போதும் நம்ம ஒரு ஆர்த்தோடாக்ஸ் பீப்புளை போல இருக்கிறோம். ശരിയും തെറ്റും നോക്കി അന്വേഷിച്ചുകൊണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു കൊണ്ടിരിക്കും. நம்ம ரிலீஜியஸ் பீப்புளா இருக்க கர்த்தர் நம்மை அழைக்கல. നാം ഇങ്ങനെ മതഭക്തരായിരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. we are spiritual people. നിങ്ങൾ ആത്മീകരാണ്. நம்ம ആവിക്കുரிய ജനങ്ങൾ. നാം ആത്മാവിന്റെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്. എല്ലാവരും சொல்லுங்க. വായി തുറന്ന് എല്ലാവരും പറയുക, ഞാൻ ആത്മീകനായി ജീവിക്കുവാൻ I'm വിളിക്കപ്പെട്ടവനാണ്. not a religious person. ഞാനൊരു മതഭക്തനല്ല. എല്ലാവരും சொல்லுங்க, I'm not a religious person. എല്ലാവരും പറയുക, ഞാൻ മതഭക്തനല്ല, I'm a spiritual person. ഞാനൊരു ആത്മീകനാണ്. கர்த்தர் அததான் விரும்புறார். കർത്താവ് അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ஆண்டவர் ரிலீஜியஸ் பர்சனை விரும்பல. മതഭക്തരെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ஆண்டவர் ரிலீஜியஸ் பர்சனை நம்பல. മതഭക്തരെ കർത്താവ് വിശ്വസിക്കുന്നുമില്ല. ஸ்பிரிச்சுவல் பர்சனை தான் நம்புறார். ആത്മീകരെയാണ് അവൻ നോക്കുന്നത്, അവൻ நீங்க தான் വിശ്വസിക്കുന്നത്. சொல்லணும், நீங்கள் ஸ்பிரிச்சுவல் ஆன ஆட்களா அல்லது ரிலீஜியஸ் ஆன ஆட்களா. നിങ്ങൾ തന്നെ പറയണം, നിങ്ങൾ ആത്മീകരാണോ അതോ മതഭക്തരാണോ? சில ആൾക്കാർ எப்போதுം മനുഷ്യരെ போட்டு மிதிச்சுக்கிட்டே இருப்பாங்க, என்கரேஜே பண்ண மாட்டாங்க. ചില ആൾക്കാർ എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരിക്കും, ഒരു കാര്യത്തിനും അവരെ എൻകറേജ് ചെയ്യുകയില്ല. യേശു എല്ലാ ഇടത്തിലും ചവിട്ടി കളയില്ല. യേശു അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ചവിട്ടി அவர் எப்போதும் விசுவாசத்தை உறுதிப்படுத்தினார். വിശ്വാസത്തെ, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഉത്സാഹിപ്പിക്കുകയും വളർത്തുകയും மற்றவருடைய விசுவாசத்தை கட்டி எழுப்பும்படியாய் கர்த்தர் நம்மை வைத்திருக்கிறார். മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഉത്സാഹിപ്പിക്കുവാൻ, അവരെ വിശ്വാസത്തിൽ പണിഞ്ഞെടുക്കുവാനാണ് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. அயர்லாந்துல ஒரு விசுவாசிக்கு ஓப்பன் ஹார்ட் சர்ஜரியா இருந்துச்சு. அப்போது அங்குள்ள நம்முடைய பழைய சபை ஊழியக்காரர் வந்து ஜெபிக்கிறார், நீ மனம் திரும்பு என்றார். അയർലൻഡിൽ ഒരു വിശ്വാസിക്ക് ഹാർട്ടിൽ സർജറി ആവശ്യമാണ്. അടുത്ത ദിവസം നാളെ ഓപ്പറേഷൻ ആണ്. തലേ ദിവസം ഒരു സുവിശേഷ വേലക്കാരൻ ചെന്ന് പ്രാർത്ഥിച്ച് അവനോട് പറയുകയാണ്, നീ മാനസാന്തരപ്പെടണം. ஆனா ஆண்டவர் அதை அப்படி விரும்பல. കർത്താവ് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ஆனா ஆண்டவர் வந்து வித்தியாசமா விரும்பினார். കർത്താവ് വ്യത്യസ്തമായിട്ടാണ് என்கரேஜ் பண்ணணும். ஹார்ட் பேஷண்ட் அவன் நாளைக்கு ஆபரேஷன் சொன்னா அவனோட பேசி கொண்டிருந்தா அவனுக்கு இருக்கிறதும் போயிடும். നാളെ ഹാർട്ട് പേഷ്യന്റ് ആണ്, നാളെ ഓപ്പറേഷൻ ആണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓപ്പറേഷന് മുന്നേ അവൻ തീർന്നു പോകും. അങ്ങനെയല്ല നാം സംസാരിക്കും. ஆகவே ஆண்டவர் உங்களை நிரப்ப வல்லவராயிருக்கிறார். കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ ശക്തനാണ്. ஆண்டவர் உங்களை நிரப்புகிற தேவனாய் இருக்கிறார். കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്. நிரப்புகிற ஆண்டவருக்கு ஒப்பு கொடுப்போம். നിറയ്ക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ സമർപ്പിക്കുക. വിശ്വാസത്തിൽ ബലഹീനമായി இருக்க വേണ്ട. വിശ്വാസത്തിൽ നീ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. നാം ബലപ്പെടുവാനാക. നാം ബലപ്പെടുവാൻ വേണ്ടി കർത്താവ് നമ്മെ ആശീർവാദത്തോടെ വരികയ്ക്ക് ആയത്തപ്പെടുത്തുവാർ. കർത്താവ് തന്നെ ഈ വചനങ്ങളാൽ നിങ്ങളെ നിറച്ച് അനുഗ്രഹിച്ച് അവിടുത്തെ മടങ്ങി വരവിനായി നിങ്ങളെ ഒരുക്കട്ടെ. നമുക്ക് ചേർന്ന് ഒരു പാട്ടിന്റെ കോറസ് പാടാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിൻമഴ
സമാധാനത്തിനാലും സന്തോഷത്തിനാലും അവർ ഉങ്ങളെ നിറപ്പുகிறார். സകലവിധ സമാധാനത്താലും സന്തോഷത്താലും കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു. இந்த இரண்டாவது நாள் கூட்டத்திலே நம்மை நிரப்பும்படியாகவே கர்த்தர் நம்மை கொண்டு வந்தார். ഈ രണ്ടാം ദിവസത്തെ കൂടിവരവിൽ കർത്താവ് നമ്മെ നിറയ്ക്കുവാൻ വേണ്ടി കൂട്ടിവരുത്തി. எல்லாவற்றாலும் நிரப்புகிறார். സകലത്തിലും തന്റെ നിറവാൽ നിറയ്ക്കുന്നവന്റെ ആത്മാവിന്റെ അഭിഷേകം വിശ്വസിക്കുക. ജ്ഞാനമില്ലയാ, അറിവില്ലേ, உங்களை ஞானத்தினால் கர்த்தர் நிரப்புவார். നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി കർത്താവിനോട് ബലമില്ലയാ, ബലത്തിനാൽ കർത്തർ നിറപ്പുവാർ. നിങ്ങൾക്ക് ബലമില്ലയോ, കർത്താവ് ബലത്താൽ നിന്നെ കൃപയില്ലയാ, കൃപയിനാൽ നിറപ്പുവാർ. കൃപയില്ലയോ, നീ പ്രാർത്ഥിക്കുക, കൃപയാൽ കർത്താവ് നിന്നെ നിറയ്ക്കും. ആരോഗ്യമില്ലയാ, കർത്തരുടെ ആരോഗ്യത്തിനാൽ നിറപ്പുവാർ. ആരോഗ്യമില്ലയോ, ആരോഗ്യത്താൽ കർത്താവ് നിന്നെ നിറയ്ക്കും. எல்லாவற்றாலும் நிரப்புகிறார். സകലത്തിലും സകലത്താലും നിറയ്ക്കുന്നവൻ. இந்த மாலவேளையில் நம்முடைய மத்தியிலே கடந்து வந்தபடியால் கரங்களை தட்டி மகிமைப்படுத்தி കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതിനാൽ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. பரிசுத்தாவியின் பலத்தினால் தான் நிரப்புகிறார். പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ നിന്നെ നിറയ്ക്കുന്ന பரிசுத்தாவில நிரம்ப அந்த பலனுள்ள சமாதானத்தினால் നീ പരിശുദ്ധാത്മാവിൽ നിറവ് പ്രാപിക്കുമ്പോൾ ആ ബലം നിന്റെ ഉള്ളിൽ സമാധാനമായി സന്തോഷത്തിനാൽ നിറപ്പും. സന്തോഷത്താൽ ദൈവം നിന്നെ നിറയ്ക്കും. സന്തോഷമാ വീട്ടിലേക്ക് പോകാം. സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി പോകാം. സന്തോഷത്തോടെ യേശു അழைத்து கொண்டு போனார். സക്കായി സന്തോഷത്തോടെ യേശുവിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സന്തോഷമായി ഇന്നേക്ക് നടത്തിക്കൊണ്ട് പോகிறார். சொல்றவங்க കരങ്ങളെ തട്ടി മഹിമപ്പെടുത്തി സ്തോത്രം பண்ணுங்க. കർത്താവ് ഇന്ന് രാത്രി സന്തോഷത്തോടെ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുവാൻ കഴിയുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കുക. இரண்டாவது நாள் கூட்டத்தை கர்த்தர் ஆசீர்வதித்தபடியினால் எல்லாரும் ஸ்தோத்திரம் பண்ணுங்க. ഈ രണ്ടാം രാത്രി കൂട്ടത്തെ കർത്താവ് അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധാവിയാനവർ മുற்றிலும் പൊറുപ്പെടുത്താർ. അതற்காக സ്തോത്രം பண்ணுங்க. പരിശുദ്ധാത്മാവ് മീറ്റിംഗിനെ ഭാരമെടുത്ത് നടത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാ തുതി ഘന മഹിമ ആണ്ടവർക്ക് സെലുത്തി സ്തോത്രം பண்ணுவோம். സകലമാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. കുമാരൻ പരിശുദ്ധാവിയ ദേവനുക്ക് സ്തോത്രം பண்ணுவோம். സ്തോത്രം 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 സ്തോത്രം. அன்பும் இரக்கமும் பரிசுத்தம் உள்ள நல்ல ஆண்டவரே, நன்றியோடு உம்மை துதிக்கிறோம், ஸ்தோத்தரிக்கிறோம். இரக்கத்தில் மகா ஐஸ்வர்யம் உள்ள தேவனாகிய கர்த்தர் எங்களை நேசித்து இந்த இரண்டாம் நாளில் கர்த்தாவே உம்முடைய சமூகத்தில் நாங்கள் கூடி வரவும், கர்த்தர் தாமே இந்த 12 தேசத்திலே உம்முடைய நாமத்தை கர்த்தாவை உயர்த்தி காண்பிக்கும்படியாக நீர் பூமியில் உயர்த்தப்படும் போது அநேகரை இழுத்துக்கொள்வேன் என்று சொன்ன தேவனாகிய கர்த்தாவே, இன்றைக்கு உம்முடைய நாமத்தை நாங்கள் உயர்த்தி காண்பிக்கும்படியாக நீர் எங்களுக்கு விசேஷித்த இப்படிப்பட்ட ஒரு கன்வென்ஷனை ஆயத்தப்படுத்தி தந்த நன்மைக்காய் உம்மை நன்றியோடு உம்மை துதிக்கிறோங்க தாவே, உமக்கு ஸ்தோத்திரம். அப்பா, உம்முடைய ஜனத்தை தடைகளை நீக்கி தேவ சமூகத்தில் ஒவ்வொருவரும் கடந்து வரும்படியாக எல்லா சூழ்நிலைகளையும் நீர் அனுகூலமாக்கி தந்து பரிசுத்த அலங்காரத்தோடு ஒவ்வொருவரும் உமக்கு ஆராதனை செய்யும்படியாக உம்முடைய சமூகத்தில் ஆராதித்த உண்மையுள்ள தம்முடைய ஜனங்களை நீர் நிரப்பி இருக்கிற தயவுக்காய் உம்மை நன்றியோடு உம்மை துதிக்கிறோம் ஆண்டவரே. ஒவ்வொருடைய தேவன் தாமே எல்லா நிலவரங்களை அறிந்திருக்கிறவர், எல்லாவற்றையும் மாற்றி அமைத்து ஒரு நிறைவுள்ள ஆசீர்வாதத்தோடு நீர் நிரப்புகிற தேவனாய் இறங்கி இருக்கிறபடியால் உம்மை நன்றியோடு உம்மை துதிக்கிறோம். கர்த்தாவே, நீர் பரலோகத்தில் இருந்து தேவனாகிய கர்த்தர் உம்முடைய ஆலோசனையை, உம்முடைய திட்டங்களை இன்றைக்கு உம்முடைய சமூகத்தில் உம்முடைய வசனத்தின் மூலமாக நீர் வெளிப்படுத்தின தயவுக்காய் உம்மை நன்றியோடு உம்மை துதிக்கிறோம். பெந்தகோஸ்தி நாளில் இறங்கின வண்ணமாக ஆவியானவர் இந்த நாட்களில் எங்கள் மேல் இறங்கி பரிசுத்தாவின் பலத்தினாலே ஒவ்வொருடைய நம்பிக்கையும் உம்முடைய வசனத்தை கொண்டு தைரியப்படுத்தின வார்த்தைகளுக்காக உம்மை நன்றியோடு உம்மை துதிக்கிறோம் கர்த்தாவே, உம்மை ஸ்தோத்தரிக்கிறோம். வந்திருக்க ஜனங்கள் யாவரையும் கர்த்தாவே நீ நிரப்ப வேண்டும் என்று வாஞ்சித்தீர். நீ ஒரு நிறைவுள்ள ஆசீர்வாதத்தை கொடுக்க வேண்டும் என்று வாஞ்சித்தீர். அந்த நிறைவுள்ள தேவனாய் ஒவ்வொருவரையும் கர்த்தாவே நீ நிரப்பி இருக்கிற அன்புக்காய் உம்மை நன்றியோடு உம்மை துதிக்கிறோம் கர்த்தாவே. வந்திருக்க ஒவ்வொரு ஜனங்களும் பலவிதமான குறைவுகள் வந்திருந்தாலும் சகல விதமான சந்தோஷத்தினாலே ஒவ்வொரு ஆத்துமாவையும் நீ நிரப்பி ஆண்டவரை புஷ்டி உள்ள ஆத்துமாக்களாக ஒவ்வொரு சந்தோஷத்தினால் நிரப்பி ஆசீர்வதித்த தயவுக்காய் உம்மை நன்றியோடு உம்மை துதிக்கிறங்க தாவே. இந்த கூட்டத்தின் ஆரம்பம் முதல் முடிவரைக்கும் பரிசுத்த ஆவியானுடைய சமூக கூட இருந்தபடினாலும் ஸ்தோத்திரம் ஆண்டவரே. பரிசுத்தவான்கள் யாவரையும் நீ பலப்படுத்தி ஏற்ற வேளையில கர்த்தர் யாவற்றையும் நேர்த்தியாய் நீ செய்யும்படிக்கு ஆவியானவர் இம்மட்டும் உதவி செய்த தயவுக்காய் உம்மை நன்றியோடு உம்மை துதிக்கிறோம். தொடர்ந்து உம்முடைய கரம், உம்முடைய சமூகம் தேவனுடைய ஆவியானவர் வழி நடத்தும்படி செபிக்கிறோம். தொடர்ந்து நாளை உள்ள கூட்டங்களை கர்த்தர் பொறுப்படுத்தி ஆசீர்வதிங்க, நன்மையினால் நிரப்புங்க. இயேசு கிறிஸ்துவின் நாமத்தில் வேண்டிக் கொள்கிறோம் பிதாவே.
ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായി സ്വർഗീയ പിതാവേ, അങ്ങയിൽ ആഗ്രഹിച്ച് ആശ്രയിച്ചതുപോലെ ഞങ്ങളുടെ യോഗത്തിന്റെ 2ാമത് രാത്രിയിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നല്ലോ. അങ്ങയെ പാടി ആരാധിപ്പാൻ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി കടന്നു വന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. താവേ, അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിലൂടെ ഈ സന്ദേശം ശ്രവിച്ച ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകളെല്ലാം അവിടുന്ന് അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം. വചനം ഘോഷിപ്പാൻ ഞങ്ങളുടെ വൃത്തിയെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാ നന്മോടും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ ജനം ഇപ്പോൾ മടങ്ങിപ്പോകുന്നു. മടക്കിയ യാത്രയിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. നാളത്തെ ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കണമേ. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ഈ അന്ധകാര ലോകത്ത് നമ്മെ ആശ്വസിപ്പിച്ച് കാത്ത് സൂക്ഷിച്ച് കരുതി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസവും കൂട്ടായ്മയും കരുതലും നടത്തിപ്പും ആശീർവാദവും അനുഗ്രഹവും നമ്മോടും സകല വിശുദ്ധന്മാരോടും ഈ കൺവെൻഷൻ യോഗത്തെ സംബന്ധിച്ച് ഏവരോടും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘത്തിലെ വരവരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയന്തരീയത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചെയ്തരേ നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കാത്തുകൊള്ള എല്ലാവർക്കും സ്നേഹം, സന്തോഷം, നന്ദി, അനുഗ്രഹം നേരുന്നു. ഏവരെയും കാത്തു നിർത്തിക്കായി ഒരുക്കുമാറാട്ടെ. ഹല്ലേലൂയാ. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്കാ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങൾക്കാ വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് വരുവീൻ.